പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മുടെ ചാപ്പൽ സർവീസായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ ഷാജി കെ ഡാനിയേൽ വേറൊരു ട്രിപ്പിലാണ്, എങ്കിലും അദ്ദേഹം നമ്മളോടൊപ്പം യാത്ര ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം തന്നെ ആദ്യം പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് ആരംഭിക്കുന്നതായിരിക്കും. പാസ്റ്റർ ഷാജി കെ ഡാനിയേൽ, പ്ലീസ്. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ ചാപ്പൽ സർവീസിൽ നമുക്ക് ഒന്നിച്ച് കടന്നു വന്ന് കർത്താവിൽ സന്തോഷിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ഞങ്ങൾക്ക് താലന്തുകൾ പ്രയോജനപ്പെടുത്തുവാൻ തരുന്ന നല്ല സാവകാശത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന കർത്താവ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊന്നിച്ച് ജോയിൻ ചെയ്യുവാൻ കർത്താവ് തന്ന ഈ നല്ല സാവകാശത്തെ ഓർത്ത് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. മീറ്റിങ്ങിനെ ഓർത്ത് തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിസൈഡ് ചെയ്യുന്ന ദൈവദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൽ നിന്ന് മെസ്സേജ് കൊടുക്കുന്ന ദൈവദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പല വിഷയങ്ങൾ, സാക്ഷ്യങ്ങളായിട്ട്, പാട്ടുകളായിട്ടൊക്കെ പല കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും ഓർക്കുകയും അവരെ അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം കൊടുത്ത താലന്തുകൾ കർത്താവിന് നാമമാത്രത്തിനുവേണ്ടി ഉപയോഗിക്കാൻ നീ എല്ലാവരെയും സഹായിക്കണം. ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിക്കണം, കൃപയിൽ സൂക്ഷിക്കണം, മാനമാത്വം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗുഡ് ഈവനിങ്. എല്ലാവരെയും കാണുവാനും ഇന്ന് ഈ സാറ്റർഡേ വൈകിട്ട് ഒന്നിച്ചായിരിക്കാനും കർത്താവ് സഹായിച്ചു. പാസ്റ്റർ ലാലു പറഞ്ഞതുപോലെ ഞാൻ അരിസോണ എന്ന ഒരു സ്ഥലത്താണ്. ഭയങ്കര ചൂടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഡാളസിനെക്കാട്ടി നല്ല ഭയങ്കര ചൂടാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് മടങ്ങി ഞങ്ങൾ ഡാളസിലേക്ക് പോകും. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ചാപ്പൽ സർവീസിൽ കയറാൻ ഒക്കത്തില്ല എന്ന് വിചാരിച്ചു, പക്ഷേ ഇന്ന് പകൽക്കാലം കൂടുതൽ ഇവിടെ സാധാരണ ഡാളസിനെക്കാട്ടി 2 മണിക്കൂർ പുറകിലോട്ടാണ്. അപ്പോൾ നമുക്ക് ഒന്നിച്ചായപ്പോൾ കർത്താവ് സഹായിച്ചു. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ താലന്തുകൾ കർത്താവിന്റെ മഹത്വത്തിന് പ്രയോജനപ്പെടുത്തുവാൻ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കാം. ദൈവം നമ്മുടെ ദൈവത്തിലൊരു വാക്യമുണ്ട്, യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. നമ്മുടെയൊക്കെ സ്ഥിതി മാറ്റുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും ദൈവകരങ്ങൾ കൊടുത്ത കർത്താവെ, എൻ്റെ അവസ്ഥയ്ക്കൊന്ന് വ്യത്യാസം വരുത്തണം, എൻ്റെ സ്ഥിതികളെ മാറ്റണം, എൻ്റെ അവസ്ഥകളെ മാറ്റണം എന്ന് നമ്മൾ വാസ്തവമായി ദൈവത്തോട് പറഞ്ഞാൽ ദൈവം നമ്മുടെ അവസ്ഥകൾ മാറ്റും. യാക്കോബിന്റെ അവസ്ഥയെ കർത്താവ് മാറ്റി. ജീവനെ പേടിച്ച് താൻ ഓടിപ്പോകുമ്പോൾ സ്വർഗീയ ദർശനം കൊടുത്ത് തന്നെ അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരട്ടെ. അദ്ദേഹം തലയണയായി ഒരു കല്ല് വെച്ചുറങ്ങി ആ കല്ല് തന്നെ ഒരു ആരാധന വസ്തുവാക്കി വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവം ഒരു സാവകാശം കൊടുത്തു. യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റിയ ദൈവം, ഉപായക്കാരനായ യാക്കോബിനെ ദൈവം ദൈവത്തിന്റെ മഹത്വമുള്ള ശുശ്രൂഷകൾ ഏൽപ്പിക്കുവാൻ തിരഞ്ഞെടുത്തതുപോലെ നമ്മുടെ അവസ്ഥകൾ കർത്താവിന്റെ കരങ്ങളിൽ വിശ്വസ്തയോടെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ സ്ഥിതികളെ മാറ്റുന്ന ഒരു കർത്താവ് നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇന്ന് രാത്രികാലം നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, യാക്കോബിനെ തൊട്ടതുപോലെ എന്നെ ഇനി ഒന്ന് തൊടണം. കർത്താവ്, എന്റെ അവസ്ഥ ഇന്നതൊക്കെയാണ്. യാക്കോബ് ഉപായക്കാരനായിരുന്നു, ചതിയനായിരുന്നു. തൻ്റെ ജ്യേഷ്ഠാവകാശം താൻ പിടിച്ചു വാങ്ങിച്ചു, തൻ്റെ പിതാവിനെ താൻ വഞ്ചിച്ചു. ഇതൊക്കെയാണെങ്കിലും ദൈവത്തിനൊരു പ്രത്യേക കരുതൽ യാക്കോബിനോട് കൂടെ ഉണ്ടായിരുന്നു. യാക്കോബിന്റെ ഹൃദയം ദൈവം കണ്ടിരുന്നു. അവന് എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം, ദൈവത്തിന് വേണ്ടി ശോഭിക്കണമെന്ന ഒരു താല്പര്യം യാക്കോബിനുണ്ടായിരുന്നു. നമ്മുടെ ബലഹീന വശങ്ങൾ പലതാണെങ്കിലും, നമുക്ക് ബലഹീനതയൊക്കെ ഉണ്ടെങ്കിലും ദൈവം നമ്മളെ നോക്കുന്നത് ദൈവിക ദൃഷ്ടിയിലൂടെയാണ്. നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ് നമ്മളെ മാനിക്കുകയും ആദരിക്കുകയും ഉയർത്തുകയും നമ്മുടെ സ്ഥിതികളെ മാറ്റുകയും ചെയ്യുന്ന ഒരു വലിയ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആ ദൈവത്തിന്റെ കരങ്ങൾ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ, കുഞ്ഞുങ്ങളുടെ അവസ്ഥ, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹാരം എല്ലാം ദൈവം തന്ന് നമ്മളെ ഒരു മാനപാത്രമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ദൈവിക ആലോചന പ്രാരംഭമായി നിങ്ങളെ അറിയിക്കട്ടെ. ഈ മീറ്റിങ്ങിന്റെ അവസാനം വരെയും നിങ്ങൾ കൂടിയിരുന്ന, കർത്താവേ, എൻ്റെ സ്ഥിതി ഇതൊക്കെയാണ്, എൻ്റെ അവസ്ഥ ഇതൊക്കെയാണ്, എൻ്റെ ചുറ്റുപാട് ഇതൊക്കെയാണ്, പക്ഷെ എനിക്ക് അങ്ങേക്ക് വേണ്ടി ജീവിപ്പാനും ശോഭിപ്പാനും അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുവാനും താല്പര്യമുണ്ട് എന്നുള്ള താല്പര്യത്തോടെ നിങ്ങളുടെ താലന്തുകൾ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ അനുഭവങ്ങൾ, ദൈവകരങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്താൽ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും മാനിക്കും.
ദൈവകൃപ നമ്മളോട് കൂടെ ഇരിക്കുന്നു. പകൽക്കാലം ഈ മീറ്റിങ്ങിന് എല്ലാവിധമായ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് ദൈവസന്നിധാനത്തിൽ ഞാൻ ഇരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. വളരെ തിരക്കുകൾക്കിടയിലും എനിക്ക് ഇതുപോലെ ജോയിൻ ചെയ്യുവാൻ കാണിച്ച നല്ല സന്മനസ്സിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ പ്രിയ സിസ്റ്റർ ജെസ്സി ഫ്രം കോയമ്പത്തൂർ ഒരു ഗാനത്തിന്റെ ചില അടികൾ പാടുന്നതാണ്. താന് പാടിയാട്ടെ. എല്ലാവർക്കും ക്രിസ്തേശുവിൽ സ്നേഹവന്ദനം. ഒരു തമിഴ് പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നു. അനാദി സ്നേഹത്താൽ എന്നെ നേസിത്തീരയ്യാ, കാരുണ്യത്തിനാൽ എന്നെ എടുത്തുകൊണ്ടീരേ. അനാദി സ്നേഹത്താൽ എന്നെ നേസിത്തീരയ്യാ, காருண்யத்தினால் என்னை இழுத்து கொண்டீரே. உங்க அன்பு பெரியது, உங்க இரக்கம் பெரியது, உங்க கிருபை பெரியது, உங்க தயவு பெரியது. உங்க அன்பு பெரியது, உங்க இரக்கம் பெரியது, உங்க கிருபை பெரியது, உங்க தயவு பெரியது. നടത്തി വന്ന പാതകളെ നിനയ്ക്കും പോതെല്ലാം കണ്ണീരോടെ നன்றി சொல்லி துதிக்கின்றனையா. നടത്തി വന്ന പാതകളെ നിനയ്ക്കും പോതെല്ലാം കണ്ണീരോടെ നன்றி சொல்லி துதிக்கின்றனையா. உங்க அன்பு பெரியது, உங்க இரக்கம் பெரியது, உங்க கிருபை பெரியது, உங்க தயவு பெரியது. உங்க அன்பு பெரியது, உங்க இரக்கம் பெரியது, உங்க கிருபை பெரியது, உங்க தயவு பெரியது. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവസരം തന്ന ദൈവദാസനോട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആമേൻ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. വളരെ മനോഹരമായ തമിഴ് പാട്ട് പാടിയല്ലോ. താൻ കോയമ്പത്തൂരിൽ നിന്നാണ് ജോയിൻ ചെയ്തത്. ദൈവം തന്നെ സഹായിക്കട്ടെ, കർത്താവ് നടത്തട്ടെ. ഇപ്പോൾ പ്രിയ സിസ്റ്റർ കൊച്ചുമോൾ ജോർജ് ഫ്രം ദോഹ ഒരു പാട്ട് പാടുന്നതായിരിക്കും. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ഈവനിങ് സർവീസിൽ എനിക്കും ഭാഗമായി തീരുവാൻ കർത്താവ് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാ ഞാൻ എന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. ആകുലവേളകളിൽ ആശ്വാസമായി നീ, ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. ആകുലവേളകളിൽ ആശ്വാസമായി നീ, ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ.
നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാ എൻ ഗൃഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാ എൻ ഗൃഹമെന്തുള്ളൂ. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. നീ എന്നെ സ്നേഹിപ്പാ ഞാൻ എന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാ ഞാൻ എന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. താങ്ക് യു. വളരെ മനോഹരമായി പാടി. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇത്രത്തോളം ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തു വരുന്നതേ ഉള്ളൂ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇപ്പോൾ ചില പ്രിയപ്പെട്ടവരൊക്കെ സാക്ഷി പറയുവാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചില സാക്ഷി വാചകങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് പ്രിയ ഷീജ റോബിൻ ഫ്രം ദോഹ തന്റെ സാക്ഷി അല്പസമയം ഷെയർ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം നമ്മള് ഹാലേ ചാപ്പൽ മിനിസ്ട്രി ആയിട്ട് കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എൻ്റെ പേര് ഷീജ റോബിൻ, ഗോവയിൽ നിന്ന്. ഹല്ലേലൂയ. എനിക്ക് 2 പെൺമക്കള്. ഹല്ലേലൂയ ഹസ്ബൻഡ്. ഞാൻ ഹല്ലേലൂയ സ്തോത്രം കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായി തീർന്നത് 2002 ഞാൻ ഡൽഹിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു വിഷയം, ഹല്ലേലൂയ സ്തോത്രം, പേഷ്യന്റുമായിട്ടൊരു വിഷയം ഉണ്ടാകുകയും ഞാൻ 23 ഉറക്ക ഗുളിക എടുത്ത് ഹല്ലേലൂയ സ്തോത്രം കഴിക്കാനായിട്ട് റൂമിൽ കൊണ്ടുപോവുകയും ആ 23 ഉറക്ക ഗുളിക കഴിച്ച് ഹല്ലേലൂയ സ്തോത്രം മരിക്കാനായിട്ട് കിടക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഞാൻ എത്രയും നാളും കർത്താവിനെ, ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ഞാൻ അവിടെ ചർച്ചിലൊക്കെയും കടന്നു പോവുകയൊക്കെ ചെയ്തു. എങ്കിലും ഹല്ലേലൂയ ഞാൻ കർത്താവിനെ ആരാധിച്ചിട്ട് എനിക്ക് അവസാനം നിന്നയാണല്ലോ കിട്ടിയതെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച് അങ്ങനെ ആ ഉറക്ക ഗുളിക എടുത്തോണ്ട് പോയി പ്രാർത്ഥിച്ചു. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഹല്ലേലൂയ പ്രാർത്ഥിച്ചിട്ട് ആ ഗുളിക വായിലിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച് കിടന്നു. പിറ്റേന്ന് 10 മണിയായപ്പോഴത്തേക്ക് ഹല്ലേലൂയ ഞാൻ കണ്ണു തുറക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിന്റെ നാമം മഹത്വം എടുക്കട്ടെ. സ്തോത്രം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചില്ലയോ എന്ന് വിചാരിച്ചു. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു ഹല്ലേലൂയ സ്തോത്രം, ഇനിയും എന്നിലുള്ളത് എനിക്ക് അവകാശപ്പെട്ട ജീവനല്ല. എൻ്റെ ശരീരത്തിൽ അല്പമെങ്കിലും ജീവൻ ഉണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തും എന്ന ഹല്ലേലൂയ അന്ന് ഞാൻ തീരുമാനമെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ 2002 മുതൽ 2026 വരെയും കർത്താവ് ഹല്ലേലൂയ സ്തോത്രം എന്നെ നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. 2005 വിവാഹം കഴിഞ്ഞ് ഗോവയിൽ കടന്നു വന്നു. 2006 എൻ്റെ മൂത്ത മകളിൽ കൂടി ഭൂതശാന്തി ശുശ്രൂഷയും അങ്ങനെ പലതരം ശുശ്രൂഷകൾ തന്ന് കർത്താവ് എന്നെ ഇത്രത്തോളം നിർത്തുന്നു. കർത്താവിന്റെ നാമം മഹത്വം എടുക്കട്ടെ. കർത്താവിന് വേണ്ടി ശക്തമായി കർത്താവ് ഈ ദിവസങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ ഹല്ലേലൂയ കർത്താവിന്റെ വരവ് വരെയും കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടും വരെയും കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ഒരു മെഴുകുതിരി പോലെ കത്തിത്തീരുവാൻ, പ്രശോഭിപ്പാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കെട്ടപ്പെട്ട് കിടക്കുന്നവരെ അഴിച്ചുവിടുവാനൊക്കെയും കർത്താവ് ഹല്ലേലൂയ സ്തോത്രം അടിയനെ ശക്തീകരിക്കേണ്ടതിന്, ബലപ്പെടുത്തേണ്ടതിന് ഹല്ലേലൂയ സ്തോത്രം എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും പഠിക്കുന്നു.
എൻ്റെ ഹസ്ബൻഡ് ഇവിടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഞാൻ കർത്താവ് ഹാലയിൽ എന്നെ എവിടെയൊക്കെ അയക്കുന്നു അവിടെയൊക്കെയും കടന്നു എന്ന് കർത്താവിന്റെ വചനം പറയുവാൻ, കർത്താവിനെ ഉയർത്തുവാൻ, ഹാലയിൽ അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ ഈ ഗോവയുടെ പ്രദേശത്തെ കർത്താവ് അടിയനെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നു. ഒരു യോഗ്യതയും പറയാനില്ല. ഹാലയിലെങ്കിലും കർത്താവിന് എന്നെ കൊണ്ട് ഹാലേലി എന്നിൽ കൂടി ചിലതൊക്കെയും ചെയ്തെടുക്കണമെന്ന് ഉള്ളത് കൊണ്ട് കർത്താവ് ഹാലേലിയ സ്തോത്രം എന്നെ വിളിച്ചു വേർതിരിക്കുവാനായിട്ടിടയായി തീർന്നു. പിന്നെയും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ അവസാന ശ്വാസം വരെയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിന് എല്ലാ ദൈവദാസന്മാരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. എനിക്ക് അവസരം തന്ന ദൈവദാസനോട് കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. പിന്നെ 2017 ഞാൻ സ്നാനപ്പെട്ടു. 2018 തൊട്ട് ഈ കഴിഞ്ഞ മാസം വരെയും അനേക മരണങ്ങൾ ഹാലേലിയ ശത്രു പിന്തുടരുവാനിടയായി തീർന്നു. എങ്കിൽ കർത്താവിന് ആവശ്യമുള്ളത് കൊണ്ട് കർത്താവ് മരണത്തിനെ ഏൽപ്പിക്കാതെ ഹാലേലി ഇതുവരെയും കാത്തു പരിപാലിക്കുന്നു. ഹാലേലിയ സ്തോത്രം. എല്ലാവരുടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദൈവനാമത്തിലിരിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന ദൈവദാസനോട് കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷി വാചകങ്ങൾ കേൾപ്പാൻ ദൈവം ഇടയായി തീർന്നല്ലോ. ദൈവം തന്നെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. തൻ്റെ ആ ഗോവയുടെ പ്രദേശത്ത് കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ ദൈവം തന്നെ വീണ്ടും സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവം സഹായിക്കട്ടെ. ഇതുപോലുള്ള അനുഗ്രഹീതരായ സഹോദരിമാരൊക്കെ നമ്മളോടൊപ്പം പഠിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. കർത്താവ് ആ ദേശത്ത് ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. തുടർന്ന് പ്രിയ സിസ്റ്റർ സുജ ഫ്രം ചെങ്ങന്നൂർ ചില വാക്കുകൾ പറയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സുജ. ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു. ജീവിതത്തിൽ നോക്കിയാൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ. കാരണം 2009 ഞങ്ങൾ ഒറീസയിലായിരുന്നു. 2009 ഞങ്ങൾ കേരളത്തിലേക്ക് വന്നു. അന്നു മുതൽ ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്ത്യാനികളുടെയാണ് യേശു. ക്രിസ്ത്യാനികൾക്ക് മാത്രമേ യേശുവിനെ ആരാധിക്കാൻ കഴിയുള്ളൂ എൻ്റെ ഒരു ചിന്താഗതി. പക്ഷെ 2009 നാട്ടിൽ വന്നപ്പോൾ എനിക്ക് വയറ്റിലൊരു മുഴയായിട്ടാണ് ഞങ്ങൾ ഒറീസയിൽ നിന്ന് വന്നത്. ജൂൺ 14 തീയതി എൻ്റെ സർജറി തീരുമാനിച്ചു. അങ്ങനെ മാവേലിക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സർജറിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സ്കാനിങ് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ആ ഡേറ്റ് തന്നു. അപ്പൊ ആ ഡേറ്റ് വന്നപ്പോഴത്തേക്കിന് ഞാൻ അവിടുന്ന് കരഞ്ഞുകൊണ്ട്, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു, ഞാൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിയപ്പോൾ ഞാൻ യേശുവിനെ കുറിച്ച് കേൾക്കാനിടയിൽ ഒരു ദൈവദാസനെ കൂടെ അദ്ദേഹം എന്നോട് പറഞ്ഞു, മാനവരാശിക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നു രോഗികളെയും പാപികളെയും സൗഖ്യമാക്കും. ഇന്ന് യേശുവിനെ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് 300 മുക്കോടി ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ കുടുംബക്ഷേത്രമുള്ള ഒരു ഭവനത്തിൽ നിന്നാണ്. അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. എങ്കിലും ഞാനത് ബസ്സിൽ കയറിയപ്പോഴല്ല ഈ ഒരു ചിന്തയായിരുന്നു എൻ്റെ. സർജറിക്ക് ഡോക്ടർ അത് കഴിഞ്ഞ് സ്കാനിങ് റിപ്പോർട്ട് ചെയ്യുന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഈ ഒരു സർജറി ഓവറിക്കകത്ത് മുഴയുള്ളത് കൊണ്ട് സർജറി കഴിയുമ്പോൾ ആ ഞരമ്പ് മുറിച്ച് കളയുമ്പോൾ ഒരു പാവയെ പോലെ ഇരിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. എനിക്കൊരു മോളാണ്. അപ്പോൾ ഒരുപാട് വിഷമം തോന്നി. കാരണം ഒന്നിൽ മരിച്ചു, 2 ഓപ്ഷനാണ് ഡോക്ടർ പറഞ്ഞത്. ഒന്നിൽ മരിക്കും, അല്ലെങ്കിൽ ഒരു പാവയെ പോലെ ഇരിക്കാനേ കഴിയത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ യേശുവിനെ അറിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ യേശു വിടുവിക്കുന്ന ദൈവമാണോ, അദ്ദേഹം യേശു എന്ന് പറയുന്നത് രോഗികളെ സൗഖ്യമാക്കുന്നവനാണോ എന്നൊക്കെ എൻ്റെ ചിന്തയിൽ കൂടി പോയി. അപ്പം അതിനു മുമ്പ് ഞാൻ ഒറീസയിലായിരുന്നപ്പോൾ പല ദൈവദാസന്മാരും എൻ്റെ വീട്ടിൽ വരികയും ആ ദൈവദാസന്മാരെല്ലാം ഞാൻ ഇറക്കി വിടുകയും ചെയ്തു. കാരണം എനിക്ക് അന്ന് ശിവപൂജ ചെയ്ത് ഇത് തിങ്കളാഴ്ച വ്രതം ഒക്കെ നോക്കിയിരിക്കുന്ന സമയം കാണാം. അവരും ഒന്ന് പറയും, ഈ 300 മുക്കോടികളെ സൂചിച്ച് വിശ്വസിക്കല്ലേ, യേശു ഉണ്ട്, യേശു സൗഖ്യമാക്കും. അന്ന് നിത്യരോഗി ആയിരുന്നത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയത്തില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, യേശുവിനെ നീ ഒന്ന് വിശ്വസിക്ക് എന്ന് പറഞ്ഞു. ആ ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ സർജറിയുടെ ആ സ്കാനിങ് വീണ്ടും ഒരു സ്കാനിങ്ങിന് തന്നു. ആ സ്കാൻ ചെയ്യാൻ പോയ സമയത്ത് പ്രൈസ് ദി ലോർഡ്, ദൈവം ഉണ്ട് എന്നല്ലെങ്കിൽ യേശു രോഗികളെ സൗഖ്യമാക്കുന്നു എന്നുള്ള ഒരു ഏറ്റവും വലിയൊരു തെളിവായിരുന്നു. ഞാൻ സ്കാനിങ്ങിന് ബെഡിൽ കയറി കിടക്കുമ്പോൾ എൻ്റെ ഓവറി എല്ലാം ടെസ്റ്റ് ചെയ്ത ഡോക്ടറിന് കാണാൻ കഴിഞ്ഞില്ല മുഴ. അപ്പോൾ ഡോക്ടർ വേഗം ലേഖ സുനിൽ മാവേലിക്കര ഗൈനക്കോളജിസ്റ്റ് ആണ്, ഡോക്ടറെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതുപോലെ മുഴ കാണുന്നില്ലല്ലോ, എന്താണ്, എവിടെയാണ് ടെസ്റ്റ് ചെയ്തത്? അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഉള്ളിലേക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഉള്ളി നോക്കിയിട്ട് ആ മുഴ അവിടെ കാണാനില്ല. അതെന്റെ ജീവിതത്തിലെ
ഏറ്റവും വലിയൊരു ടെസ്റ്റ് മണിയായിട്ട് യേശുവിനെ സ്വീകരിക്കാൻ തുടങ്ങി. അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ യേശു മാനവരാശിക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നത് എന്നെ സൗഖ്യമാക്കുവാനാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായതുകൊണ്ട് ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നു. അങ്ങനെ അതിനുശേഷം യേശുവിനെ സ്വീകരിച്ചപ്പോൾ എൻ്റെ സഹോദരൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അങ്ങനെ വീട്ടിൽ നിന്നും മോളെയും പിടിച്ചുകൊണ്ട് ഞാൻ വീട് വിട്ടിറങ്ങി. അങ്ങനെ വാടകയ്ക്ക് വീടെടുത്തു. അങ്ങനെ അതിനുശേഷം ജീവിതത്തിൽ എന്തായാലും യേശുവിനെ തന്നെ വിളിക്കാം. അമ്മ എപ്പോഴും എനിക്ക് സപ്പോർട്ടായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു, മോളെ യെശുവിനെ തന്നെ വിളിക്കും, നിനക്ക് സൗഖ്യമാകൂ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം സൗഖ്യമായതിനു ശേഷം യേശുവിനെ പതുക്കെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ആരാധനകളിൽ എവിടെ ആരാധന ഉണ്ടെങ്കിലും അവിടേക്ക് കടന്നു പോകാൻ ശ്രമിച്ചു. വീട്ടിൽ പ്രശ്നമായതുകൊണ്ട് ബൈബിളൊക്കെ മാറ്റി വെച്ചിട്ടാണ്. അങ്ങനെ ആങ്ങളെ പറഞ്ഞു, നീ ബൈബിളും കൊണ്ട് വീട്ടിൽ കയറുവാണെങ്കിൽ നിന്നെ ഞാൻ വെട്ടി കൊല്ലുമെന്ന് പറഞ്ഞു. അതിനുശേഷം ബൈബിൾ വീട്ടിൽ തുറക്കാൻ പറ്റിയില്ല. വാടകയ്ക്ക് പോയപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യമായി. അങ്ങനെ ഞാൻ യേശുവിനെ വിളിക്കാൻ ഇറങ്ങി തിരിച്ചു. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശുവിനെ അറിയാൻ രക്ഷിക്കപ്പെട്ടു. 2012 ഞാൻ 2009 രക്ഷിക്കപ്പെട്ടു. 2012 സ്നാനപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ജീവിതത്തിൽ എല്ലാം സന്തോഷമായിരിക്കും. ഇനിയും ഒന്നുമല്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകളുടെ വൻ കൊടുങ്കാറ്റുകൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു 6 നില മണ്ടയ്ക്ക് നിന്ന് താഴെ വീണു. പക്ഷെ അവിടെയും ഞാൻ ചുരുക്കി പറയാണ്, പെട്ടെന്ന്, അല്ലെങ്കിൽ സാക്ഷ്യം പറയാൻ ഒരുപാടുണ്ട്, പെട്ടെന്ന് പറഞ്ഞു തീരുകയാണ്. എൻ്റെ ഹസ്ബൻഡ് താഴെ വീഴുന്ന സമയത്ത് യേശു കരങ്ങളിൽ താങ്ങിയത് കൊണ്ട് പ്രൈസ് ദി ലോർഡ് ആ നടുവടിച്ച് വീണില്ല. എങ്കിൽ അദ്ദേഹത്തിന്റെ കാലൊക്കെ ഒടിഞ്ഞു, അസ്ഥികളെല്ലാം പൊട്ടി, സർജറി ചെയ്യാൻ പറ്റത്തില്ല. ഓറീസിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ. എനിക്കന്ന് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. കാരണം വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതേ ഉള്ളൂ. എനിക്കൊന്നും അറിയത്തില്ല. കൊട്ടയ്ക്ക കോവയ്ക്കാന്നൊക്കെ പറയാൻ അറിയുള്ളൂ. പക്ഷെ എനിക്ക് അറിയാവുന്ന വചനം പിടിച്ചു. ദേവദാസന്മാർ എന്ത് പറഞ്ഞാലും ഞാൻ ആമേൻ പറഞ്ഞു സ്വീകരിക്കുമായിരുന്നു. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ. കാരണം എല്ലാത്തിനും ആമേൻ പറഞ്ഞു സ്വീകരിക്കുമായിരുന്നു വചനം പറയുമ്പോൾ. അപ്പൊ അവിടെ ഹസ്ബൻഡിനെ സർജറിക്ക് കയറ്റിയപ്പോൾ അവിടെ അസ്ഥികളെല്ലാം പൊടിഞ്ഞു. അതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കി വിട്ടു. ഇനി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ, കർത്താവ് എസ്കേൽ പ്രവാചക പുസ്തകത്തിൽ അങ്ങ് പറഞ്ഞിട്ടുണ്ട് അസ്ഥികൾക്ക് ജീവൻ വെക്കുമെന്ന്. അപ്പോൾ ആ ഒരു വചനം എൻ്റെ ഹൃദയത്തിലാഞ്ഞു. ഞാൻ ആ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഡോക്ടറിന്റെ മനസ്സ് തോന്നി നമുക്ക് ഒന്നുകൂടെ എക്സ്റേ എടുക്കാന്ന് വെച്ചപ്പോൾ ആ അസ്ഥികൾ പൊടിയായ അസ്ഥികളെല്ലാം ജീവൻ വെച്ചു നീർന്നിരുന്നു. അങ്ങനെ യേശു വലിയ വലിയ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തു. വീണ്ടും തീർന്നില്ല. എൻ്റെ മോക്ക് അഡ്മിഷൻ 2 ലക്ഷം രൂപ പറഞ്ഞ് നമ്മുടെ സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിലെ 1 രൂപ പോലും ഇല്ലാതെ യേശുവിനോട് പ്രാർത്ഥിച്ചു. 1 രൂപ പോലും അഡ്മിഷൻ വാങ്ങാതെ അവൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. 4ാം വർഷം പഠിച്ചിറങ്ങുമ്പോൾ ഏറ്റവും ഫസ്റ്റ് റാങ്കായിട്ട് വിജയിക്കുവാൻ ദൈവം സഹായിച്ചു. അതും യേശുവിനോട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. അപ്പോൾ തീർന്നു. ജീവിതത്തിൽ എല്ലാം ഒന്ന് അടങ്ങി സമാധാനമായി സന്തോഷമായി ഇനി സന്തോഷമുള്ള ജീവിതം നയിക്കാമെന്ന് വിചാരിച്ചു. തീർന്നിട്ടില്ല. 2003 ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ 2021 ഞാൻ 9 ആക്സിഡന്റ് കഴിഞ്ഞ ഒരാളാണ്. എല്ലാം വണ്ടിക്കിടയിൽ കയറി, എൻ്റെ ആക്റ്റീവ വണ്ടിക്കിടയിൽ കയറി, ടിപ്പറിനടിയിൽ കയറി, കുന്നുകളുടെ മുകളിൽ നിന്ന് വീണു. എന്നിട്ടും ദൈവം എന്നെ ഇവിടെ ഇന്ന് ജീവനോടെ ഇരുത്തിയിരിക്കുന്നത്. യേശു എന്നെ അത്രയധികം സ്നേഹിക്കുന്നു. ദൈവം എന്നെ അത്രയധികം സ്നേഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അവിടെ നിന്നൊക്കെ ആ 9 ആക്സിഡന്റുകൾ കഴിഞ്ഞപ്പോഴും ഒരു പോറൽ പോലും ഏൽക്കാതെ എന്നെ ജീവനോടെ ഇരുത്തി. വീണ്ടും 10ാമത്തെ ആക്സിഡന്റ് വന്നപ്പോൾ എൻ്റെ ലിഗമെന്റ് പൊട്ടി. അങ്ങനെ സർജറി ചെയ്തു. സർജറിക്ക് പോയതിനു ശേഷം ഡോക്ടർമാർ പറഞ്ഞു നടക്കില്ല എന്നു. എങ്കിലും എന്നെ സ്റ്റെപ്പുകൾ കയറാൻ പറ്റില്ല ഒരിക്കലും എന്ന് പറഞ്ഞെടുത്ത് ഞാനിപ്പോൾ അനേക സ്റ്റെപ്പുകൾ കയറുന്നു. എറണാകുളത്ത് മീറ്റിങ്ങിന് പോകുന്ന സമയത്തൊക്കെ ഞാൻ ആ സ്റ്റെപ്പുകൾ മുഴുവൻ കയറുവാൻ എന്നെ ദൈവം സഹായിച്ചു. തീർന്നിട്ടില്ല. വീണ്ടും ജീവിതത്തിൽ കൊടുങ്കാറ്റ്. 2023 പ്രശ്നങ്ങളെല്ലാം ഒന്ന് അടങ്ങി സമാധാനവും സന്തോഷവുമായി ഞങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോഴാണ് 2023 ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കൊടുങ്കാറ്റടിച്ചു. അതിൽ നിന്ന് ഞങ്ങൾ വിചാരിച്ചു ഇനി ഒരിക്കലും ഞങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. 3 പേരും ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയപ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു.
നിന്നെ ഞാൻ ഒരിക്കൽ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കില്ല. യോശുവ 1:5 വചനം ഇങ്ങനെ പറയുന്നു. അത് ഞാൻ ഏറ്റെടുത്തു. വീണ്ടും എൻ്റെ മോളെയും കൊണ്ട് മരിക്കാൻ തയ്യാറല്ലായിരുന്നത് കൊണ്ട് ഞങ്ങൾ 3 പേരും നിന്നു. അപ്പോൾ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി ഓരോ ദിവസവും. അങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി. അതിൽ നിന്നൊക്കെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥനയുടെ ഫലമായി ദൈവവചനം വായിക്കാൻ തുടങ്ങി. ദൈവം ഓരോ ദിവസവും എന്നോട് ഇടപെട്ടു. അതിനുശേഷം ജീവിതമൊക്കെ സമാധാനമായി. ഇനി ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കാം എന്നൊക്കെ വിചാരിച്ചു സന്തോഷത്തോടും സമാധാനത്തോടും ഇരുന്നപ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. 2024 ഏറ്റവും ഭീകരമായ രോഗം എന്നെ പിടിപെട്ടു. ക്യാൻസർ എന്ന രോഗം എന്നെ പിടിപെട്ടു 2024. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഒരുപാട് പ്രതിസന്ധികളിൽ വന്നു. വീട്ടുകാരുടെ ഒക്കെ നിന്ദകൾ ഒരുപാടുണ്ട്. അങ്ങനെ എന്നെ എവിടെയാണോ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ആ വീട്ടിൽ എനിക്ക് ബൈബിളും കൊണ്ട് ചെന്ന് എൻ്റെ അച്ഛൻ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം പ്രവർത്തിച്ചു. അവിടെ അച്ഛൻ സൗഖ്യമായി. മരണക്കിടക്കയിൽ കിടന്ന അച്ഛനെ വീണ്ടും 10 വർഷം കൂടെ ദൈവം ജീവിക്കാൻ സഹായിച്ചു. അതുപോലെ തന്നെ എന്നെ ഇറക്കി വിട്ട എൻ്റെ ആങ്ങളുടെ അടുത്ത് ചെന്ന് അറ്റാക്ക് ഇരുന്നു. ഒരു നിമിഷം കൊണ്ട് മരിക്കും. ഗവൺമെന്റ് ചെങ്ങന്നൂർ മാവേലിക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് വീണ്ടും കൊണ്ടുപോകും. അവിടെ എത്തും മുമ്പ് ആള് മരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം സൗഖ്യം കൊടുത്തു ആങ്ങളയ്ക്ക്. അങ്ങനെ ആങ്ങളെയും കുറെ അധികം കാലം ജീവിക്കുവാനിടയാക്കി. എവിടെ നിന്നെന്നെ നിന്ദിച്ചോ അവിടെയെല്ലാം ദൈവം എന്നെ മാനിക്കപ്പെടുത്തി. വീണ്ടും 2024 ജനുവരി 1 എനിക്ക് ബ്രസ്റ്റിൽ ഒരു മുഴ കാണുകയും ഫെബ്രുവരി 10 ഹോസ്പിറ്റലിൽ പോവുകയും അത് ക്യാൻസർ എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ ആദ്യമൊക്കെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഒരു കാര്യം നിശ്ചയിച്ചു. കാരണം എൻ്റെ ജീവിതത്തിൽ വന്ന ഇത്രയും പ്രശ്നങ്ങളെ ഞാൻ അതിജീവിച്ചപ്പോൾ ദൈവം എന്തായാലും എൻ്റെ ജീവിതത്തിൽ വന്ന ഈ മഹാരോഗത്തെയും മാറ്റിത്തരുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു. പക്ഷെ സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. 1 മാസക്കാലം മാർച്ച് 26 ആയിരുന്നു എൻ്റെ സർജറി കഴിഞ്ഞ്. ആ 1.5 മാസക്കാലം ഞാൻ ഒരു ശകലം ഉറങ്ങിയിട്ടില്ല. കാരണം ദൈവത്തോട് ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ. കർത്താവേ, ക്യാൻസർ എന്ന മഹാമാരി എൻ്റെ ശരീരത്തിൽ വന്നു. പക്ഷെ വിടുവിക്കാൻ ശക്തമുള്ള അങ്ങ്, മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ദൈവം എന്നെയും ജീവിപ്പിക്കാൻ ശക്തനാണ് എന്ന വചനം പറഞ്ഞു ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ജീവിതത്തിൽ ക്യാൻസർ വന്നതിനെ കൊണ്ടല്ല എനിക്ക് വിഷമം. എൻ്റെ മുടി പോയത്, കീമോ ചെയ്ത് എൻ്റെ മുടി പോയി. എനിക്ക് അതുമൂലം എൻ്റെ കണ്ണ് കാണാതായി, കണ്ണ് പഴുത്തു. അതിനുശേഷം ഞാൻ വീണു, എൻ്റെ പല്ല് പൊട്ടി. ഇതൊന്നും എനിക്ക് പ്രശ്നമല്ലായിരുന്നു. കാരണം എന്നെ വിടുവിക്കാൻ എൻ്റെ ദൈവം ശക്തനാണ്. എന്നെ ഇത്രയും രോഗത്തിൽ നിന്നും ഇത്രയും പ്രശ്നങ്ങളിൽ നിന്നും എനിക്ക് ഉണ്ടായപ്പോഴും ഞാൻ ഒന്നും ദൈവത്തോട് ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. കാരണം എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. എന്നെ ശക്തീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ വിടുവിക്കാൻ ശക്തനാണ്. എല്ലാവരിലും നിന്നും എന്നെ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നിന്നും, എൻ്റെ ചാർച്ചക്കാരുടെ മധ്യത്തിൽ നിന്നും, എൻ്റെ സഹോദരങ്ങളുടെ മധ്യത്തിൽ നിന്നൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കുടുംബത്തിൽ നിന്ന് വേർതിരിച്ചിറങ്ങിയപ്പോൾ ഒരുപാട് നിന്ദകളും പരിഹാസങ്ങളും തുപ്പലുകളും അടികളും ഏറ്റു. എന്നിട്ട് പോലും എൻ്റെ മനസ്സ് ശകലം പോലും ലേശം മാറിയിട്ടില്ല. കാരണം ഞാൻ വിളിച്ചവൻ വിശ്വസ്തനാണെന്നും യേശു എന്നോടൊപ്പം ഉണ്ടെന്നും അവൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെന്നും ദൈവം എന്നെ ഒരു നാളും കൈവിടത്തില്ല എന്നും പൂർണ്ണതയോട് വിശ്വസിക്കുകയും ചെയ്തു. എനിക്ക് ക്യാൻസർ വന്നു, എല്ലാം അതിന്റെ റിപ്പോർട്ട് വന്നു. ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. എന്നിട്ടും എനിക്ക് സങ്കടം വന്നില്ല. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, മോളെ, നീ ഭയപ്പെടേണ്ട, വലത് കയ്യിൽ മൈക്കും ഇടത് കയ്യിൽ ബൈബിളുമായിട്ട് നിന്നെ ചേർത്ത് പിടിക്കുന്നു ഞാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സമാധാനിച്ചു. നമ്മുടെ ഒരു അവയവം പോയതോ അല്ലെങ്കിൽ ഒരു അവയവം നമുക്ക് നഷ്ടമായതോ അല്ല. ജീവിതത്തിൽ യേശുവിനെ അറിഞ്ഞത് മഹാഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ അതിനുശേഷം വീണ്ടും 1 വർഷമായിട്ടേ ഉള്ളൂ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞത്. എൻ്റെ ദൈവം ഒരു സെല്ല് പോലും, ക്യാൻസറിന്റെ ഒരു സെല്ല് പോലും എൻ്റെ ശരീരത്തിൽ ഇല്ല എന്ന് ഉള്ള റിപ്പോർട്ടുകൾ എനിക്ക് വന്നു. ദൈവത്തിന് മഹത്വം. ദൈവം എന്നെ അത്രയധികം സ്നേഹിക്കുന്നു എന്നുള്ളതും ദൈവം എന്നെ കരുതുന്നുള്ളതും കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിഞ്ഞു വെച്ച് അത് തുരുത്തിയിലാക്കി വെച്ച് അത് സകല അനുഗ്രഹത്തിലും തരുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ വിളിച്ചത്. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിലും ഞാൻ ഇറങ്ങിത്തിരിച്ചു. എൻ്റെ ഭവനം എനിക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ചെങ്ങന്നൂരിന്റെ പട്ടണത്തിൽ എനിക്കൊരു റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് എനിക്കൊരു ഭവനം തരണമെന്ന് വിചാരിച്ചു.
എനിക്ക് ഇതിൽ ഉണ്ട് അമ്മാമ്മ എലിസബത്ത് വർഗീസ് എന്ന ചെങ്ങന്നൂര് അമ്മാമ്മയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. നല്ലൊരു ഭവനം എനിക്കായിട്ട് ഒരുക്കി തന്നു അമ്മാമ്മയ്ക്ക്. അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ടെസ്റ്റ് മണിയാണ്. എൻ്റെ 2024 ക്യാൻസർ വന്നപ്പോൾ 2025 എനിക്ക് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ദൈവം തന്നു. എൻ്റെ മോള് ദൈവഭാഗത്തിലേക്ക് വന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും മോള് പടങ്ങുന്ന ആ ഒരു ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ന് സഭയിൽ പോകുന്നത്, ഒരുമിച്ചാണ് ഇരിക്കുന്നത്, ഒരുമിച്ചാണ് ആരാധിക്കുന്നത്. നമ്മൾ എന്താണോ നമുക്ക് ചിന്തകൾ വരുന്നത് നമ്മൾ സ്വപ്നം കണ്ടു തുടങ്ങണം. എന്താണ് ഞാൻ ചെറുപ്പത്തിലൊക്കെ ഒരു ബൈബിൾ എടുത്തുകൊണ്ട് പോയി പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. ആ സ്വപ്നം ഓരോ ദിവസവും നിറവേറ്റുമ്പോഴും എനിക്ക് ദൈവത്തിനോട് നന്ദിയാണ് പറയുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് എവിടെയാണോ ഞാൻ നിന്ദിക്കപ്പെട്ടത് അവിടെയെല്ലാം എന്നെ ഇന്ന് മാനിക്കപ്പെടുത്തുന്നുണ്ട്. കാരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ ഭവനങ്ങളിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ സൗഖ്യമാക്കിയ ദൈവം അവരെയും സൗഖ്യമാക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് ഈ ചുരുങ്ങിയ വേളയിൽ ഈ ഒരു ടെസ്റ്റ് മണി പറയാൻ തന്ന ദേവദാസനോടും അതോടൊപ്പം എന്നെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. എനിക്ക് ഇന്ന് എന്നോട് എലിസബത്ത് അമ്മാമ്മ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ ഈ ബൈബിൾ ക്ലാസ്സിൽ കയറുന്നുണ്ട്. എലിസബത്ത് അമ്മാമ്മയാണ് എനിക്ക് ഇതിൻ്റെ ക്ലാസ്സിന് കയറാനൊക്കെ എന്നോട് പറഞ്ഞത്. അതെൻ്റെ ജീവിതത്തിൽ ഈ ഒരു ബൈബിൾ ക്ലാസ് ഞാൻ അനേക വർഷങ്ങൾ കൊണ്ട് സ്വപ്നം കണ്ടിരുന്നതാണ്. കാരണം എൻ്റെ മാവേലിക്കര ബൈബിൾ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും പോകണമെന്ന് വിചാരിക്കും. പക്ഷെ ഒരു പ്രാവശ്യം പോലും അന്നേരം ഹസ്ബൻഡ് ലീവിന് വരിക, എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും. പക്ഷെ ഇന്ന് ഞാൻ വളരെ ആഗ്രഹത്തോടും വളരെ സംതൃപ്തിയോടുമാണ് ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ തന്നെയല്ല, എൻ്റെ മോളും എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ 3 പേരും ഒന്നിച്ചാണ് പഠിക്കുന്നത്. എനിക്ക് അവസരം തന്ന ദേവദാസനോടും എല്ലാവരോടും നന്ദി പറയുന്നു. ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷം. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ, ജാതീയ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ കടന്നു വന്ന് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. തന്റെ സാക്ഷ്യം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് വളരെ വളരെ ആത്മാർത്ഥമായി ചിന്തിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. തുടർന്ന് പ്രിയ സിസ്റ്റർ അഞ്ജു സാറ ചില വാക്കുകൾ പറയും. പ്രിയ നാമത്തിനോട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു സാക്ഷ്യം പറയാനാണ് ഇരിക്കുന്നത്. കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച ഞാനൊരു പ്രാർത്ഥനാ വിഷയം ലാൽ പാസ്റ്ററിനോട് പറയുകയും അത് ഈ ബൈബിൾ കോളേജിൽ എല്ലാവരും പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ കുഞ്ഞിനൊരു ചെറിയ ഇൻസിഡന്റ് ഉണ്ടായി. അത് മെഡിസിൻ എടുത്ത് കഴിക്കാൻ ഞങ്ങളെ കണ്ടില്ലായിരുന്നു. മൂത്ത മോള് കണ്ടു. അത് ഞങ്ങൾ പോയി മെഡിസിൻ വാങ്ങിക്കുമ്പോഴത്തേനും ഒരു ഹാഫ് ബോട്ടിൽ മെഡിസിൻ അവൾ ഉള്ളിലാക്കിയിരുന്നു. അപ്പൊ എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെട്ടു ഇരുന്നുവെങ്കിലും നമുക്ക് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല. കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ഒബ്സർവേഷൻ നടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഗവൺമെന്റ് ആശുപത്രിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇവിടെ പറ്റത്തില്ല, മെഡിക്കൽ കോളേജിലേക്ക് വിടണം, കുഞ്ഞുങ്ങളുടെ മെഡിക്കൽ കോളേജിൽ വിടണം എന്ന് പറഞ്ഞു. കുഞ്ഞപ്പോഴത്തേനും ആക്റ്റീവ് ആയിരുന്നു. കുഞ്ഞ് പെട്ടെന്ന് ഓരോ സ്റ്റെപ്പ് മാറുവാനായിട്ട് തുടങ്ങി. ഞങ്ങൾ ആകെ ഭാരപ്പെട്ടുവെങ്കിലും പെട്ടെന്ന് ആംബുലൻസ് അവരെ ഹോസ്പിറ്റലിൽ തന്നെ അറേഞ്ച് ചെയ്തെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ പോകുന്നിടയ്ക്ക് തന്നെ ഞാൻ പാസ്റ്ററോട് വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു. പാസ്റ്റർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ കുഞ്ഞ് കറുകച്ചാലൊക്കെ എത്തിയപ്പോഴത്തേനും കുഞ്ഞ് പൂർണ്ണമായിട്ടും അങ്ങ് മയങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ഞങ്ങൾ ഒരുപാട് ഭാരപ്പെട്ടു. എന്ത് ചെയ്യുന്നു ഭാരപ്പെട്ടു. ദൈവമേ കൈവിടല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പോയി. എന്നാലും പാമ്പാടി എത്തിയപ്പോഴത്തേനും കുഞ്ഞ് നല്ല രീതിയിൽ വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ അങ്ങ് കുഞ്ഞ് മയങ്ങുവാനായിട്ട് തുടങ്ങി. ആകപ്പ എന്ത് ചെയ്യും എന്നറിയാതെ ഭാരപ്പെട്ടു. ആരുമില്ല, ഞാനും ഹസ്ബൻഡും മാത്രമാണ് പോയത്. എന്നാലും ദൈവത്തിന്റെ കൃപ സാന്നിധ്യം കൂടെ ഇരുന്ന് ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ കുഞ്ഞിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തു. അതിന് സ്റ്റൊമക്ക് വാഷ് ചെയ്യുകയും ഒക്കെ ചെയ്തു. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് കുഞ്ഞ് ആരോഗ്യത്തോടെ ആയിരിക്കുന്നു. നീ ദൈവമക്കളെ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു എല്ലാവർക്കും നന്ദി പറയുന്നു. തുടർന്നും ആ കുഞ്ഞിനെ ഓർത്തും നിങ്ങളുടെ കുടുംബത്തെ ഓർത്തും പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ആഴ്ച എനിക്ക് ഇടവിട്ടാണ് ക്ലാസ്സിന് കയറുവാനായിട്ട് സാധിച്ച അതിന്റെ വിഷമമുണ്ട്. കാരണം എൻ്റെ പിതാവ് ഒരു സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നപ്പോൾ ഞാനും ഹോസ്പിറ്റലിലായിരുന്നു. ഒരു മേജർ സർജറി, ഹൈ റിസ്ക് പറഞ്ഞൊരു കേസാണ്. അതും എനിക്ക് പറയാനായിട്ട് സാധിച്ചില്ല. കാരണം എൻ്റെ അന്നത്തെ ആ ഒരു മാനസിക അവസ്ഥ അത് അങ്ങനെ ഒരു ഇതായത് കൊണ്ടാണ് പറയാൻ പറ്റാതെ. ക്ഷമിക്കണം. കർത്താവിന്റെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഹൈ റിസ്ക് എന്ന് പറഞ്ഞത്. ദൈവം സക്സസ് ആക്കി തന്നു, യാതൊരു കുഴപ്പവും കൂടാതെ ഇപ്പൊ ഭവനത്തിലായിരിക്കുന്നു. തുടർന്നും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദേശനെ
പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്റെ കുഞ്ഞിനെ ജില്ലാ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വിഷബാധയുണ്ടായി കൊണ്ടുപോയെന്നൊക്കെ കേട്ടപ്പോൾ വളരെ ഭാരപ്പെട്ടു. എങ്കിലും ദൈവം കൊടുത്ത വിടുതലിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്നെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രത്യേകാൽ നമ്മുടെ ബൈബിൾ കോളേജ് ദൈവവചനം പഠിപ്പിക്കുന്നത് മാത്രമല്ല, നമ്മളെല്ലാവരെയും ചേർത്ത് നിർത്തുവാനും പ്രാർത്ഥന സഹായം ചെയ്യുവാനും ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ നമ്മൾ ഒരുമിച്ചുള്ള പ്രാർത്ഥനയൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരും. അതുകൊണ്ട് ഇതൊരു കുടുംബമാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞാൽ നമ്മൾ വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം ആൾക്കാർ നമ്മോടൊപ്പം ഉണ്ട്. പ്രത്യേകിച്ച് ഈ പ്രായമുള്ള നമ്മുടെ പ്രിയ മാതാപിതാക്കളൊക്കെ വളരെ ശക്തമായി പ്രാർത്ഥിക്കുന്നവരാണ്. അതാണ് നമ്മുടെ എല്ലാവരുടെയും ബലവും ശക്തിയും. ദൈവം സഹായിക്കട്ടെ. ഇനി ആരെങ്കിലും എന്തെങ്കിലും പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, അല്ലെ ഒരു വാക്ക് പ്രാർത്ഥനാ വിഷയമുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്, അത് ആരെങ്കിലും ഏതെങ്കിലും വിഷയങ്ങൾ പ്രാർത്ഥനാ വിഷയം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചുരുക്കം വാക്കുകളിൽ, അധികം സമയം എടുക്കരുത്, നിങ്ങൾ ദയവായിട്ട് നിങ്ങൾക്ക് അത് ഓർമ്മിപ്പിക്കുവാനുള്ള സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. തൃശ്ശൂരിൽ നിന്നാണ് പറയുന്നത്. ബിന്ദു സുരേന്ദ്രൻ. ഞാൻ ഹസ്ബൻഡ് മാനസാന്തരത്തിന് വേണ്ടിയാണ് എല്ലാ ദൈവമക്കളോടും പ്രാർത്ഥന ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ സിസ്റ്റർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ആരെങ്കിലും ഉണ്ടോ? ഞാൻ കൊല്ലത്ത് നിന്നും കൊല്ലം കൊട്ടാരക്കര ശ്രീജയാണ്. എൻ്റെ മോളുടെ വിഷയമായിട്ടാണ്. മോൾക്ക് ഒരു വർഷം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞിട്ട് ഒരു 28 വയസ്സ് കഴിഞ്ഞു. PCOD പ്രോബ്ലം ഉണ്ടായോണ്ട് ഇതുവരെയും ഒന്നും വിശേഷമൊന്നും ആയിട്ടില്ല. ആ ട്രീറ്റ്മെന്റിലാണ്. മോൾക്ക് തലമുറയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. മോളുടെ പേരെന്താണ്? പ്രീതു എസ് കുമാർ എന്നാണ്. പ്രീതു എസ് കുമാർ, 28 വയസ്സ് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. നിങ്ങൾ എല്ലാവരും വിഷയം കേട്ടല്ലോ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇനി ആരെങ്കിലും ഏതെങ്കിലും വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാനുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ വയനാട്ടിൽ നിന്ന് ഷൈനിയാണ്. എൻ്റെ മൂത്ത മോന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥനയെ ചോദിക്കുന്നത്. അവൻ്റെ പേര് മെബിൻ എന്നാണ്. കുഞ്ഞ് കുറച്ച് നാളുകളായിട്ട് പുറത്തേക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിലേക്ക് പോകാനാണ്. അല്പമായ സാമ്പത്തിക നൽകി, വീണ്ടും അല്പമായ സാമ്പത്തികം കൂടെ ആവശ്യമുണ്ട്. സ്വർഗത്തിലെ ദൈവം അവനെ അയക്കുന്നുവെങ്കിൽ സാമ്പത്തിക വഴി കൂടെ തുറന്നു തരണം. ദൈവ സാന്നിധ്യം അവന്റെ കൂടെ പോകണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥനയെ ചോദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ സിസ്റ്റർ ഷൈനി, വയനാട്, നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. തന്റെ മകന് വേണ്ടി ദൈവം അത്ഭുത വഴികൾ തുറക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സുനിൽ കെ ഷൺമുഖം. ഞാൻ എറണാകുളത്തു നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ വൈഫാണ് കുമാരി സുനിൽ. അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്നാണ് ഞാൻ കയറിയിരിക്കുന്നത്. ഞാൻ ശുശ്രൂഷയിലായിരിക്കുന്നു. എൻ്റെ 2 മക്കളുണ്ട്, അൻസിൽ, അനുഗ്രഹ്. കുറച്ച് വർഷങ്ങളായിട്ട് അവർ വളരെ പിന്മാറ്റത്തിൽ പോയിരിക്കുന്നു. ആ കോവിഡിൻ്റെ ടൈമിനൊക്കെ പിള്ളേർക്ക് പഠിക്കേണ്ട സമയമായപ്പോഴത്തേക്ക് ആ പിന്മാറ്റത്തിലേക്ക് പോയിരിക്കുന്ന ഒരവസ്ഥയാണ്. മൂത്തവന് ജോലിയുണ്ട്, അവന് ഷെഫായിട്ട് ജോലി ചെയ്യുകയാണ് പാരഗൺ ഗ്രൂപ്പിൽ. രണ്ടാമത്തവൻ മെക്കാനിക്കലൊക്കെ കഴിഞ്ഞു, അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അവനൊരു പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ 2 പേരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ചുമായിട്ടൊന്നും അധികം വലിയ കണക്ഷൻ ഇല്ല. 20 വയസ്സ് വരെ മൂത്തവൻ ചർച്ചിലൊക്കെ വന്നുകൊണ്ട്, പിന്നെ അവന്റെ പഠനത്തിനായിട്ട് അവൻ ചെന്നൈയിലായിരുന്നു. ഇളയവൻ ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അൻസില്, അനുഗ്രഹ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേക പ്രിയ കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യം നാം കേട്ടല്ലോ. പ്രത്യേകിച്ച് ശുശ്രൂഷയിലൊക്കെ നിൽക്കുമ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് യുവജനങ്ങൾ, മക്കളുടെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ പ്രത്യേകാൽ തൻ്റെ ആ വേദനയിൽ നിന്നാണ് നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. എല്ലാവരും അതൊന്ന് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്താട്ടെ. തൻ്റെ 2 കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ സാക്ഷികളായി തൻ്റെ മാതാപിതാക്കൾ പിൻപറ്റുന്ന ആ ശുശ്രൂഷ ചെയ്തെടുപ്പാൻ അടുത്ത തലമുറയും കർത്താവ് വാർത്തെടുക്കേണ്ടതിനായി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇനി ആരെങ്കിലും പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇനി വിഷയങ്ങൾ എല്ലാവർക്കും ഉണ്ടെന്നറിയാം. നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. നമ്മോടൊപ്പം ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു. എല്ലാ കണ്ണുകളും അടച്ച് നമ്മൾ ഒരു പക്ഷേ പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ, പല ടൈം സോണിലാണ് എങ്കിലും നാം ഈ കേട്ട വിഷയങ്ങൾ എല്ലാം ദൈവസേനയിൽ ഒന്ന് സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഇതിനകത്ത് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും, വളരെ തിരക്കുള്ള സമയമുണ്ടായിട്ടും ദൈവവചനം പഠിക്കുവാൻ ഈ സമയങ്ങളിലൊക്കെ കയറുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം
ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഈ ദിവസേന പഠിക്കുന്ന ഈ വചനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട, പ്രത്യേകാൽ അനേക പ്രിയപ്പെട്ടവര് പ്രായമുള്ളവരാണ്. ദൈവം അവരെ ശാരീരിക സ്ഥിതികൾക്കൊക്കെ ദൈവം ഹല്ലേലൂയ സഹായിക്കേണ്ടതിന് നമ്മുടെ എല്ലാ സഹോദരങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. അവരുടെ ഹല്ലേലൂയ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മറന്ന് ദൈവവചനം പഠിക്കുവാനൊക്കെ ദൈവം സഹായിക്കുന്നുവല്ലോ. ദൈവം അവരെ സഹായിക്കേണ്ടതിനായി സ്തോത്രം. നമ്മുടെ സണ്ണി തോമസ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ ഹല്ലേലൂയ, എനിക്ക് എല്ലാവരെയും അറിയില്ല ഏതൊക്കെ സാഹചര്യങ്ങളാണ്, എന്നാൽ സ്വർഗം എല്ലാവരെയും അറിയിക്കും. നിങ്ങളുടെ മുമ്പിൽ, ഡിവൈസിന്റെ മുമ്പിൽ നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രിയിൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥകളെ അറിയുന്ന ദൈവം നിങ്ങളെ സഹായിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ ദാസന്റെ 2 യുവാക്കളായ പൈതങ്ങളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക്, അവർക്കൊരു മാനസാന്തരം, ഒരു മടങ്ങി വരവ്, തന്റെ ശുശ്രൂഷയൊന്നും ബാധിക്കുവാനിടയാകാതെ വണ്ണം എറണാകുളത്തിന്റെ മണ്ണിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന, കർത്താവിന് വേണ്ടി നിൽക്കുന്ന കർത്താവിന്റെ ദാസനെ ദൈവം മാനിക്കേണ്ടതിന് ഈ ദിവസങ്ങൾ ഒരു വലിയ ദൈവപ്രവൃത്തി കാണാൻ, അടുത്ത ദിവസങ്ങളിൽ സാക്ഷ്യങ്ങളുടെ നമുക്ക് കേൾപ്പാൻ ദൈവടയാകേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേക വയനാടിൽ നിന്ന് ആ സാക്ഷി പറഞ്ഞ പ്രിയ സിസ്റ്റർ ഷൈനിക്കായി പ്രാർത്ഥിക്കാം. തന്റെ മകന് പുറത്തു പോകുവാനൊക്കെ ആഗ്രഹിക്കുന്നല്ലോ, ദൈവം വഴി തുറക്കേണ്ടതിന്, തന്റെ സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ കൂടിയിരിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രത്യേക കൊട്ടാരക്കരയിൽ നിന്ന് പറഞ്ഞ ആ ശ്രീജയുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തലമുറകളെ കൊടുത്ത് അസാധാരണങ്ങളെ സാധാരണമാക്കുന്ന ദൈവം തനിക്ക് വേണ്ടി അത്ഭുത വഴികൾ ചേർക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് സാക്ഷ്യവാചകങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ശുശ്രൂഷിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഒത്തിരി പേരും പാസ്റ്റർമാരുടെ വൈഫുമാര് സുവിശേഷ വേലയിലൊക്കെ ചെയ്യുന്നവരാണ്. പലരും പരസ്യയോഗങ്ങൾ നടത്തുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. ദൈവം അവരെ എല്ലാം സഹായിക്കേണ്ട, അവർ കർത്താവിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എല്ലാം അനുഗ്രഹിക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ശുശ്രൂഷകരായി ഹല്ലേലൂയ, 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 മറ്റ് രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. തലമുറകളുടെയൊക്കെ വിവാഹ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ജോലി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ പുറത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ പോലും പറ്റാത്ത വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന ഞെരുങ്ങുന്ന ജീവിതങ്ങൾ കാണാം. എന്നാൽ നമ്മെ അറിയുന്ന ദൈവം, നമ്മെ സഹായിക്കുന്ന ദൈവം അവരുടെ വിഷയങ്ങളുടെ മേലെ എല്ലാ ദൈവപ്രവൃത്തി അയച്ച് കർത്താവ് സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രത്യേക ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേക ഓൺലൈനിലൂടെ ദൈവവചനം പഠിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചല്ലോ, ഹല്ലേലൂയ, നമ്മുടെ ഓഫ്ലൈൻ ബൈബിൾ കോളേജ് ഹല്ലേലൂയ പത്തനംതിട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഒറീസയിൽ നിന്നും, ആന്ധ്രയിൽ നിന്നും, ഹല്ലേലൂയ, ഗുജറാത്തിൽ നിന്നൊക്കെ പല കുട്ടികൾ കടന്നു വരുവാനിടയായി തീർന്നു. ദൈവം അവരെ സഹായിക്കേണ്ടതിന്, അവരൊക്കെ ദൈവവചനം പഠിക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കേണ്ടതിന്, ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിലിട്ടതുപോലെ വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ദൈവവചനം പഠിക്കുവാൻ മലയാളികളൊന്നും ചെല്ലുന്നില്ല. ഒരു കാലത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ സുവിശേഷവുമായി കടന്നു ചെന്നതും അനേക സഭകളും ബന്ധിക്കോസ് മൂല്യങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ചതും സഭകൾ സ്ഥാപിച്ചകളും മലയാളികളായ ദൈവദാസന്മാരെ ഡൽഹിയിലും ഗുജറാത്തിലും അല്ലെങ്കിൽ എല്ലാ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലും ദൈവവചനമായിട്ട് കടന്നു ചെന്ന മലയാളി സുവിശേഷകന്മാരാണ്. ആ കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ഹല്ലേലൂയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥകളാണ്. ദൈവം അതിനൊക്കെ ഒരു വ്യവസ്ഥ മാറ്റം കൊടുത്ത് ഇന്ന് യുവജനങ്ങൾക്ക് ഹല്ലേലൂയ ദൈവവചനം പഠിക്കുവാൻ ഒരു ആഗ്രഹം കൊടുത്ത് കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി കൊടുപ്പാൻ ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേക ഈ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്ത് സൂം ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. ഹല്ലേലൂയ, നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സ് ഉണ്ട്. ദൈവം അവരെയൊക്കെ വളരെ അത്യധ്വാനം ചെയ്ത് പവർ പോയിന്റ് ഒക്കെ ചെയ്ത്, പ്രത്യേകിച്ച് ഇത് യൂട്യൂബിലും ഒക്കെ വരുമ്പോൾ വളരെ കൃത്യതയോടെ പഠിപ്പിക്കണം. വളരെ ഹോംവർക്ക് ചെയ്ത് വളരെ ആത്മാർത്ഥതയോടെ പഠിപ്പിക്കുന്ന നമ്മുടെ ടീച്ചേഴ്സിനെ എല്ലാ ദൈവം സഹായിക്കേണ്ടതിന് ഹല്ലേലൂയ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. ദൈവവചനം പഠിക്കുന്ന എല്ലാ പൈതങ്ങളെയും ദൈവം സഹായിക്കേണ്ടതിനായി സ്തോത്രം. വളരെ പല ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്, പല ടൈം സോണിലുള്ളവരാണ്. ദൈവം എല്ലാവരെയും സഹായിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്നൊരു പക്ഷേ പൊതുവായി പറഞ്ഞില്ലെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രത്യേകാൽ ഞങ്ങളൊക്കെ ആയിരിക്കുന്ന ഈ ദേശവും വളരെ ഒരു പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഒരുപക്ഷെ ഒത്തിരി സേഫാന്ന് കരുതിയ ഹെൽത്ത് സെക്ടറിൽ പോലും ഇപ്പോൾ ടെർമിനേഷൻ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. വളരെ ഭീതിജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഖത്തറൊക്കെ കടന്നു പോകുന്നത്. ഹല്ലേലൂയ, ദൈവം സഹായിക്കേണ്ടതിന്, ദൈവം ഇവിടുത്തെ സ്ഥിതിഗതികൾക്കെല്ലാം മാറ്റം വരുത്തുവാൻ അനേക ദൈവദമ്പതികൾക്ക്, അനേക ദൈവദാസന്മാർക്ക്, അനേക ദൈവസഭകൾക്കൊക്കെ ഒരു കാലത്ത് പ്രയോജനമായി തീർന്ന മണ്ണാണ് ഖത്തർ മണ്ണ്, ഗൾഫ് രാജ്യങ്ങൾ. എന്നാൽ ഇവിടുത്തെ അവസ്ഥകളൊക്കെ പഴയതിനേക്കാൾ അധികം
ഫലമായി കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ദൈവടയാക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രത്യേകം ഞാനും നേതൃത്വം കൊടുക്കുന്ന ഒരു സഭ ഈ ദേശത്തുകൊണ്ട് കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം സഹായിക്കേണ്ടതിന് ഇതിൽ ജോയിൻ ചെയ്യുന്ന ഒരുപക്ഷെ ഞാൻ പേര് പറയാൻ മറന്നുപോയെങ്കിലും ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, എനിക്കറിയാം പൈതങ്ങളെയൊക്കെ പഠിപ്പിക്കുവാൻ ഇപ്പോഴത്തെ സ്കൂൾ തുറന്നപ്പോഴൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്, പല ജപ്തിയുടെ വിഷയങ്ങൾ കടന്നു പോകുന്നവരുണ്ട്. ദൈവം അവരെല്ലാം സഹായിക്കേണ്ടത്. സ്വർഗത്തിലെ ദൈവം നമ്മുടെ ബലഹീനതയിൽ നമ്മളോട് സഹതാപം കാണിക്കുന്ന ആ മഹാപുരോഹിതൻ നമുക്കുള്ളതോർത്ത് പ്രത്യേകം എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഈ ശുശ്രൂഷകളെ എല്ലാം ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താൽ ആത്മാർത്ഥമായി ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരും ഈ പറയപ്പെട്ട വിഷയത്തെ എല്ലാം ഓർത്തുകൊണ്ട് ദൈവകരങ്ങളിൽ ഓർപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഒരുപക്ഷെ നാം ഒരുമിച്ചല്ലെങ്കിലും ഹല്ലേലൂയ നമ്മുടെ മനസ്സുകൾ ഒരു മനസ്സോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ ദൈവവചനം പഠിക്കുന്നതൊക്കെ ഏറ്റവും പ്രയോജനമായി തീരേണ്ടതിനായി നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായും എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സന്തോഷ് തങ്കച്ചൻ, ദോഹയിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന കർത്താവിന്റെ ദാസനാണ്, വളരെ അനുഗ്രഹീതനായ ദൈവദാസനാണ്. അദ്ദേഹം ഇപ്പോൾ പ്രാർത്ഥിക്കും. പാസ്റ്റർ സന്തോഷ് തങ്കച്ചൻ, പ്ലീസ്. കർത്താവേ, നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. ഈ നല്ല രാത്രികാലത്തിനായി നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് രാത്രികാലം വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ചാപ്പൽ സർവീസായി കൂടി വരുന്നു കർത്താവെ. അടിയങ്ങളെ ഇന്ന് രാത്രി ഒരുമിച്ച് അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ഞങ്ങൾ കേട്ട നല്ല സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവരെയൊക്കെ അവിടുന്ന് അനുഗ്രഹിച്ച, മാനിച്ച, സൂക്ഷിച്ച, വിടുവിച്ച വലിയ കൃപകൾക്ക് നന്ദി പറയുന്നു കർത്താവെ. ശത്രു ഒന്നും തൊടാതെ അങ്ങയുടെ ചിറകിൻ മറവിൽ സൂക്ഷിച്ച അങ്ങയുടെ വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഓരോ സാക്ഷ്യവും അനേകർക്ക് ഒരു അനുഗ്രഹമാക്കി തീർത്ത അങ്ങയുടെ വലിയ കൃപകൾക്കായി നന്ദി പറയുന്നു. പ്രത്യേകമായി കർത്താവെ, പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ടുള്ള കുടുംബങ്ങളെ, വ്യക്തി ജീവിതങ്ങളെ അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാ. ഇന്ന് രാത്രി സ്വർഗം തുറന്ന് അങ്ങയുടെ മക്കൾക്ക് മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു എവിടെയെല്ലാം കുരുക്കിട്ട് വെച്ചിട്ടുണ്ടോ ഇന്ന് രാത്രി അതെല്ലാം അഴിഞ്ഞു മാറട്ടെ കർത്താവെ. ഓരോ ചാപ്പൽ സർവീസുകളും കർത്താവെ അറ്റൻഡ് ചെയ്യുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അത് വലിയ വിടുതലുകൾക്ക്, അനുഗ്രഹത്തിന്, സൗഖ്യത്തിന് കർത്താവെ, മാനസാന്തരത്തിനൊക്കെ അത് മുഖാന്തരമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ടുള്ള ഓരോ വ്യക്തികളുടെ മേലും ഇന്ന് രാത്രി സ്വർഗത്തിന്റെ കരമിറങ്ങുന്ന വലിയ കൃപകൾക്കായി നന്ദി പറയുന്ന കർത്താവെ. നിങ്ങളുടെ രക്തക്കോട്ടകളിൽ അവരെ മറച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഇന്ന് രാത്രി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരം അവരെയൊക്കെ സൂക്ഷിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രത്യേകമായി കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു അവസരം കർത്താവെ അങ്ങയുടെ വചനം പഠിക്കുവാന് അഗാപ്പെ ബൈബിൾ സ്കൂളിനെ അവിടുന്ന് ഒരുക്കിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അനേകർക്ക് അവസരങ്ങൾ ലഭിക്കുമ്പോഴും അത് പ്രയോജനപ്പെടുത്താതെ കർത്താവെ മാറിപ്പോകുമ്പോൾ ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തിന് നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ സ്നേഹത്തിന് നന്ദി കർത്താവെ. പ്രത്യേകമായി അഗാപ്പെ ബൈബിൾ കോളേജിന്റെ കർത്താവെ എല്ലാ കാര്യങ്ങളിലും ക്രമീകരണങ്ങളും ചെയ്യുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെയും, ചെറിയ കാര്യം മുതൽ ചെയ്യുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശത്രു തൊടാതെ, ദുഷ്ടൻ നോട്ടം വെക്കാതെ അപ്പന്റെ ചിറകൻ മറവിൽ അവരെയൊക്കെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസങ്ങളിലും കർത്താവെ ഇതിന്റെ പ്രവർത്തനങ്ങൾ അതിവിശാലതയിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. 5 വൻകരകളിലേക്കും ഇത് വ്യാപരിക്കട്ടെ, സഭ വ്യാപരിക്കട്ടെ, സഭയുടെ കർത്താവെ പ്രവൃത്തികൾ വ്യാപരിക്കട്ടെ. അനേക ശുശ്രൂഷകർ എഴുന്നേൽക്കട്ടെ കർത്താവെ. അനേകർ കർത്താവെ ബൈബിൾ പഠിപ്പിക്കുവാൻ അനേകർ എഴുന്നേൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ വ്യക്തികൾക്കായും പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ രക്തക്കോട്ടകളിൽ അവരെ മറച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി പ്രിയ പാസ്റ്റർ ഷാജിക്കായും കുടുംബത്തിനായും പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ മകന് കൊടുത്ത ദർശനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതിനെ അധിക വിശാലതയിലേക്ക് കടന്നു വരട്ടെ കർത്താവെ. അബ്രഹാമിനോട് അരുളി ചെയ്തതുപോലെ ഇടത്തോട്ടും വലത്തോട്ടും പരക്കുമെന്ന വാഗ്ദത്തത്തെ അങ്ങയുടെ മകന്റെ മേലും ശുശ്രൂഷകളുടെ മേലും കർത്താവെ ആത്മീയമായ, ഭൗതികമായ എല്ലാ മേഖലകളിലും ഞങ്ങൾ അതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഇന്ന് രാത്രികാലത്ത് വചന ശുശ്രൂഷ അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാ. പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. ഇന്ന് രാത്രി ഞങ്ങളോട് ഇടപെടണമേ കർത്താവെ. ഞങ്ങൾക്ക് ആവശ്യമായ മന്ന ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. അങ്ങയുടെ വചനത്തെ സ്വീകരിക്കാൻ തക്കവണ്ണം ഒരു നല്ല നിലമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത കൃപകൾക്കായി സ്തോത്രം. പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ.
താങ്ക് യു പാസ്റ്റർ സന്തോഷ് തങ്കച്ചൻ. ദൈവം തന്നെ സഹായിക്കട്ടെ. കർത്താവിന്റെ കൃപയിൽ ഇന്ന് രാത്രിയിൽ നമുക്ക് ചാപ്പൽ സർവീസായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇതിനകത്ത് ഒത്തിരി ദൈവദാസന്മാരൊക്കെ ഉണ്ട്. അവരെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഇന്ന് രാത്രിയിലും ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ദൈവവേല ശുശ്രൂഷിക്കേണ്ട കർത്താവിന്റെ ദാസൻ USA ഒഹായോ കൊളംബസ് എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവവേല ചെയ്യുന്ന ടോമി ജോസഫ് ആയിരുന്നു. എന്നാൽ തനിക്ക് അത്യാവശ്യമായി എവിടെയോ പോയിട്ട് ഇപ്പൊ എന്നെ വിളിച്ചു. ഞാൻ വരുന്നത് വിളിച്ചിട്ട് ലേറ്റ് ആവും. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നീ അവിടെ ദൈവം സഹായിക്കട്ടെ. താൻ ഒരു ശുശ്രൂഷ, ഒരു സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണല്ലോ. അവിടെ തൻ്റെ ഉപവാസ പ്രാർത്ഥനയും നടക്കുകയാണ്. അപ്പോൾ തനിക്ക് അല്പമായ ബുദ്ധിമുട്ട് നേരിട്ടത് കൊണ്ട് നിങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ്. വളരെ ശക്തമായി കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസനാണ് പാസ്റ്റർ ടോമി ജോസഫ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ തന്നെ ദൈവവചനം പറയുവാൻ പ്രേരിതനാകുകയാണ്. അപ്പോൾ ദൈവം ഇന്ന് രാത്രി നമുക്ക് അല്പസമയം ദൈവസന്നിധിയിലായിരിക്കാം. ഞാനൊരു വലിയ പ്രസംഗകനല്ല. കർത്താവ് നമ്മെ നടത്തുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മളോട് സംസാരിക്കും എന്ന് വളരെ ഇവിടെ ഇരുന്നപ്പോഴാണ്. ഒന്നാമത് ഞാൻ ഇച്ചിരി ലേറ്റ് ആയി പോയി. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ ലേറ്റ്, അതുകൊണ്ടാണ് അല്പം ലേറ്റ് ആയത് ഇത് തുടങ്ങാൻ പോലും. എങ്കിലും കർത്താവ് സഹായിക്കാവുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. എന്നാൽ എനിക്ക് നല്ല നിശ്ചയമുണ്ട്, ഒരു പക്ഷേ ദൈവത്തിന്റെ ഒരു പദ്ധതി പ്രകാരമായിരിക്കാം തനിക്ക് കടന്നു വരുവാൻ സാധിക്കാതിരുന്നത്. ഞങ്ങളുടെ ആരാധന വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ദോഹയിൽ. അപ്പോൾ ഞാൻ ചില പാട്ടിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ആളായതുകൊണ്ട് ദൈവാത്മാവ് ചില പാട്ടുകളിലൂടെയൊക്കെ എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പം വ്യാഴാഴ്ച ഞാനിങ്ങനെ ഡ്യൂട്ടി സ്ഥലത്തിരിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ചില വാക്കുകൾ തന്നു. കർത്താവ് ഒരു 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 പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സഹായിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആരോ എന്നെ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ഒന്ന് പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. കർത്താവ് നമ്മെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. എനിക്കൊരു വാക്ക് ഇങ്ങനെ കിട്ടി. കർത്താവ് സ്തോത്രം. നമ്മളെ ആരും മറന്നാലും നമ്മളെ മറക്കുന്ന, നമ്മളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഒരുപക്ഷെ പ്രൈസ് ദി ലോർഡ് നിന്റെ ഇല്ലായ്മകളെ ഹല്ലേലൂയ, നിന്റെ ഹല്ലേലൂയ മറ്റൊരുകളെ ഒക്കെ ലോകം മറക്കുമ്പോൾ നമ്മളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം യാക്കോബ്, സ്തോത്രം, ലാബാൻ, ഉൽപ്പത്തി പുസ്തകം 30-ാമത്തെ അധ്യായം 32-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം ലാബാൻ വളരെ സ്നേഹത്തോടെയാണ് യാക്കോബിനെ സ്വീകരിച്ചത്. പുഞ്ചിരിയോടെ സ്വീകരിച്ചു. എന്നാൽ 20 വർഷത്തിന് ശേഷം നാം ദൈവവചനത്തിൽ വായിക്കുന്നത് ഹല്ലേലൂയ ലാബാന്റെ മുഖത്തിന്റെ ഭാവം മാറി എന്നാണ്. സ്തോത്രം. ഈ ലോകത്തിൽ നാം ആരുടെ മുഖത്തേക്ക് നോക്കിയാലും അവരുടെയൊക്കെ സ്വഭാവം മാറും, മുഖത്തിന്റെ ഭാവം മാറും ഇച്ചിരി കാലം പോകുമ്പോൾ. എന്നാൽ ഹല്ലേലൂയ നമ്മെ സ്നേഹിക്കുന്ന ദൈവമുണ്ടല്ലോ. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. നാം സേവിക്കുന്ന ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ആര് നമ്മെ മറന്നാലും ഹല്ലേലൂയ, ഒരുപക്ഷെ നമ്മുടെ പോക്കറ്റ് കാലിയാവുമ്പോൾ അല്ലെ നമ്മുടെ സാഹചര്യം മാറുമ്പോൾ ലോകത്തിലെ ആൾക്കാരൊക്കെ നമ്മളെ കൈവിട്ടേക്കാം. എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു യേശുവുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, അതുകൊണ്ടാണ് പറയുന്നത് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. പ്രൈസ് ദി ലോർഡ്. യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോറെവർ. ഈ ലോകത്തിലെ രാഷ്ട്രീയ നേതാക്കൾ, നിങ്ങളുടെ മാനേജർമാർ, നിങ്ങളുടെ ബോസുമാർ, ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളുടെ പോലും മുഖത്തിന്റെ ഭാവം മാറും സാഹചര്യങ്ങൾ മാറുമ്പോൾ. എന്നെ നമ്മളെ അനന്തമായി സ്നേഹിക്കുന്ന ആ ദൈവസ്നേഹത്തെ പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. സ്തോത്രം. എന്നാൽ ഞാൻ വേറൊരു പാട്ട് പാടണം എന്ന് വിചാരിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ഓടി വന്നു, ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണ് എൻ്റെ സ്നേഹിതൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വേഴ്സ് വ്യൂ നോക്കിയപ്പോൾ അത് കാണുന്നില്ല. അപ്പോൾ ഞാൻ ഇത് പാട്ട് എഴുതിയത് ബ്ലസൻ ചെറിയാൻ, കാനഡയിലുള്ള കർത്താവിന്റെ ദാസൻ. അദ്ദേഹത്തിന് എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിന് ഞാൻ പെട്ടെന്ന് ഹല്ലേലൂയ മെസ്സേജ് അയച്ചു, പാസ്റ്റർ ആ മെസ്സേജ് എനിക്കൊന്ന് തരണം, ആ പാട്ട് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പെട്ടെന്ന് എനിക്ക് അതിന്റെ വേഴ്സ് വ്യൂവിൽ ഉണ്ടായിരുന്നു, ആ ലിങ്ക് എനിക്ക് അയച്ചു തന്നു. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെ, ഏത് സാഹചര്യത്തിലാണ് പാസ്റ്റർ ഈ പാട്ട് എഴുതിയത്? കാരണം ഒരു പാട്ട് എഴുതുമ്പോൾ ദൈവം ചില സാഹചര്യങ്ങൾ കൂടാണ്. അപ്പൊ എന്നോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ വളരെ നല്ല രീതിയിൽ നാട്ടിൽ നിന്ന് കാനഡയിൽ വന്നു 10 വർഷം മുമ്പ് എഴുതിയ പാട്ട്. ഒരു പക്ഷേ ഇത് ഹിറ്റായതും ഇത് പാടിയതും ഒരു 3 വർഷം മുമ്പ് റെക്കോർഡ് ചെയ്തത്. അല്ലെ, നമ്മുടെ ഷാജൻ പാറക്കടവന്റെ വൈഫ് സോണിയാണ് ഈ പാട്ട് പാടിയത്. എൻ്റെ അളിയനും ഹണി എല്ലാം കൂടാണ് ഇത് പാടിയത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ പാട്ട്
ഹല്ലേലൂയ എഴുതിയെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ കാനഡയിൽ വന്നപ്പം വളരെ ഏകാന്തത അനുഭവിച്ചു, വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നെ ആരും വിളിക്കത്തില്ല, ആരും എന്നെ അറിയുന്നില്ല. എങ്കിലും ഹല്ലേലൂയ ഞാൻ വളരെ ഭാരത്തോടെ ഇരുന്നപ്പോൾ സ്തോത്രം ഈ പാട്ട് എഴുതി. എന്നാൽ ഈ പാട്ടിന്റെ അർത്ഥം അന്വർത്ഥമായത് ഇപ്പോഴാണ്, കാലങ്ങൾ കഴിഞ്ഞാണ്. അന്ന് ഞാൻ ഒരു പക്ഷേ പലരും അനുഭവങ്ങൾ എഴുതുമ്പോഴും ദൈവാത്മാവ് തന്നപ്പോൾ ഒരു പ്രവചനാത്മാവ് പോലെ ഈ പാട്ടുകൾ എഴുതി. എന്നാൽ അത് പിൽക്കാലത്ത് പ്രൈസ് ലോർഡ് അത് ജീവിതത്തില് സ്തോത്രം പ്രൈസ് ലോർഡ് അത് പ്രായോഗികമായി തീരുവാൻ ഇടയായി തീർന്നു എന്ന് പറഞ്ഞ് താന് സ്തോത്രം അതെനിക്ക് മെസ്സേജ് അയക്കുവാനായി. ഇന്നലെ ആ പാട്ട് ചർച്ചിൽ പാടിയപ്പോൾ വളരെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകുവാനിടയായി. അതിന്റെ 2 ലൈനുകൾ പാടിയിട്ട് സ്തോത്രം ഞാൻ ദൈവവചനത്തിൽ കടക്കുവാൻ ആഗ്രഹിക്കും. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധി. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധോ. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെന്റെ സ്നേഹിതൻ. എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെന്റെ സ്നേഹിതൻ. എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധോ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധോ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഈ ലോകത്തിന്റെ എല്ലാ സ്നേഹവും മാറുമ്പോൾ, ഹല്ലേലൂയ, നമ്മെ സ്നേഹിച്ചവർ എല്ലാം കൈവിടുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ പോരായ്മകൾ നോക്കാതെ, ഹല്ലേലൂയ, നിന്റെ അവസ്ഥകൾ അറിയാതെ നിന്നെ മാറോട് ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇന്ന് രാത്രി ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയാലും, ആരെ നിന്നെ കരുതിയില്ലെന്ന് കരുതിയാലും, സ്തോത്രം, നിന്നെ സ്നേഹിക്കുന്ന ഒരപ്പനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിലെ എല്ലാ സ്നേഹബന്ധങ്ങളും ശവക്കല്ലറകൾ കൊണ്ട് തീരുമ്പോൾ, ഹല്ലേലൂയ, നിത്യ സ്നേഹത്താൽ നിന്നെ വിളിച്ചിരിക്കുന്ന ആ ദൈവത്തിന്റെ സ്തോത്രം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാർവിൽ ചേർക്കും താൻ, തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച തൽകി മാനിക്കും. വീഴുമ്പോൾ താങ്ങുമെൻ പ്രിയൻ, കരയുമ്പോൾ മാർവിൽ ചേർക്കും താൻ, ആളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും
യേശുവിൻ ഗീതം ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധോ മണ്ണാകുമീ ശരീരവും മൺമയമാം സകലവും വിട്ടങ്ങു ഞാൻ പറന്നിടും ശാശ്വതമാം ഭവനത്തിൽ മണ്ണാകുമീ ശരീരവും മൺമയമാം സകലവും വിട്ടങ്ങു ഞാൻ പറന്നിടും ശാശ്വതമാം ഭവനത്തിൽ എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധോ എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധോ ലോകത്തിൻ സ്നേഹം മാറുമേ യേശുവാണെന്റെ സ്നേഹിതൻ എന്നെ മുറ്റും അറിയുന്നവൻ എൻ ജീവന്റെ ജീവനാണവൻ ലോകത്തിൻ സ്നേഹം മാറുമേ യേശുവാണെന്റെ സ്നേഹിതൻ എന്നെ മുറ്റും അറിയുന്നവൻ എൻ ജീവന്റെ ജീവനാണവൻ എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധോ എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധോ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഈ ലോകത്തിന്റെ സ്നേഹം മാറുമ്പോൾ ആരെല്ലാം നിന്നെ കൈവിട്ടാലും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്? ആരൊക്കെ എന്നോട് ഇതിന്റെ ലിറിക്സ് തരാമോ എന്നൊക്കെ ക്യാൻ യു ഷെയർ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇതിന് ശേഷം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഇത് വളരെ അനുഗ്രഹീതമായ ഒരു ഗാനമാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സ്തോത്രം. എനിക്ക് നല്ല നിശ്ചയമുണ്ട്. കർത്താവ് സ്തോത്രം നമ്മെ ദൈവത്തിലൂടെ മാത്രമല്ല ചില പാട്ടിന്റെ ശകലങ്ങളിലൂടെ ദൈവാത്മാവ് ഇടപെടുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ചില പാട്ടിന്റെ ശകലങ്ങളിലൂടെ ദൈവാത്മാവ് ഇടപെടുവാനിടയായി തീരും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ എല്ലാ സ്നേഹങ്ങളും മാറുമ്പോൾ നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇന്ന് രാത്രി നമ്മളോട് ഇടപെടുവാൻ ദൈവത്തിന്റെ ഹല്ലേലൂയ ആത്മാവിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവവചനത്തില് സ്തോത്രം. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആകുലതനായി എന്താണ് പ്രസംഗിക്കേണ്ടത്. കർത്താവിന്റെ ദാസൻ നോക്കട്ടെ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ജോയിൻ ചെയ്തിട്ടില്ല. സ്തോത്രം. ജോയിൻ ചെയ്തില്ല എന്ന് കേട്ടപ്പോൾ എന്ത് പ്രസംഗിക്കണം എന്ന് വിചാരിച്ച് ഹല്ലേലൂയ ഞാൻ ഭാരപ്പെട്ട സമയമുണ്ട്. കാരണം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് നിങ്ങൾക്കറിയാമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ ലാലു ജയിക്കബ് എന്നാണ്. ഞങ്ങൾ ഖത്തറിൽ 10-28 വർഷമായിട്ട് സ്തോത്രം ഖത്തറിലാണ്. ഹല്ലേലൂയ ഞാനൊരു പ്രൊഫഷണൽ പാസ്റ്റർ അല്ലെങ്കിലും സ്തോത്രം ഹെഡ് മൂത്ത് SI ആയ ആളാണ്. സ്തോത്രം. ഞാൻ ഇവിടെ ശുശ്രൂഷയ്ക്കൊക്കെ നേതൃത്വം കൊടുത്തു. പാസ്റ്റർ ഇല്ലാത്തത് കൊണ്ട് നിർബന്ധത്താൽ ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അഗാപ്പെ ചർച്ച്
ഖത്തർ എന്ന സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ചെറിയ കൂട്ടമുണ്ട്. ഞാൻ ജോലിയും ചെയ്യുന്നു, എൻ്റെ വൈഫും ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് ദാനമായി 3 കുട്ടികളെ തന്നിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ നാട് കോട്ടയം വാഴൂർ എന്ന സ്ഥലത്താണ്. ദൈവം ഞങ്ങളെ സഹായിച്ചു. അല്ലെങ്കിൽ എത്രത്തോളം ഈ ദേശത്ത് കർത്താവ് സഹായിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പഴയ ആൾക്കാർക്കൊക്കെ എന്നെ അറിയാമെന്നറിയാം. ഏകദേശം 3-4 വർഷമായിട്ട് ഈ ബൈബിൾ കോളേജ് ഓൺലൈനിൽ പഠിപ്പിക്കുവാൻ ഇത് നടത്തുവാൻ ദൈവം ശക്തീകരിച്ചു. അനേക പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യമൊക്കെ കേൾക്കുന്നത് വളരെ സന്തോഷമാണ്. സ്തോത്രം. ഞാനിപ്പോൾ പാഠ്യശകലത്തിലൂടെ പാടുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു അനുഭവം പറഞ്ഞ് സ്തോത്രം ഞാൻ എൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സ്തോത്രം ഗൾഫിൽ ദോഹയിലാണ്. ഞാനൊരു ഗവൺമെന്റ് സർവന്റ്, സെൻട്രൽ ഗവൺമെന്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. 10 വർഷം ഇന്ത്യയിൽ സെൻട്രൽ ഗവൺമെന്റ് ജോലി ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അവിടുന്നാണ് സ്തോത്രം വിസിറ്റിങ്ങിൽ ദോഹയിൽ വന്ന് ഇവിടെ ജോലിക്ക് കയറുവാനും ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ ആയിരിക്കാനും ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടുത്തെ സ്തോത്രം ആദ്യത്തെ വിസിറ്റിംഗ് കഴിഞ്ഞ് നാട്ടിൽ ചെന്നപ്പോൾ അവിടെ എല്ലാ ചൊവ്വാഴ്ച ദിവസവും യോഗ നടത്തുന്ന ഒരു കർത്താവിന്റെ ദാസനുണ്ട് ഞങ്ങളുടെ പാമ്പാടിയിൽ. ഹല്ലേലൂയ, സ്തോത്രം. ചർച്ച് ഓഫ് ഗോഡിലെ ഒരു പൊക്കം കുറഞ്ഞ പാസ്റ്റർ, എല്ലാവർക്കും പുള്ളി PA എബ്രഹാം എന്നാണ്, തങ്കച്ചൻ പാസ്റ്റർ എന്ന് പറയും. ഒത്തിരി പേർക്കൊക്കെ അറിയാവുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു 2 വാക്ക് സാക്ഷി പറയാമോ? ഞാൻ പറഞ്ഞു എനിക്ക് സാക്ഷിയൊന്നും പറയാൻ കഴിയത്തില്ല, എനിക്കറിയില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പൊ പുള്ളി പിന്നെയും കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറഞ്ഞു 2 വാക്കെങ്കിലും പറ. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്നെ പഠിപ്പിക്കുന്ന സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഒത്തിരി ദൈവദാസൻ സാറുമാരൊക്കെ ഇരിപ്പുണ്ട്. അവിടെ മുമ്പിൽ നമുക്ക് എഴുന്നേറ്റ് പറയാനൊക്കെ ഒരു മടി. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ അവിടെ ഇരുന്നു. എന്നാൽ പിറ്റേ ദിവസം തന്റെ വൈഫ് വീട്ടിൽ ഇങ്ങനെ അമ്മയെ കാണാനൊക്കെ ഇടയ്ക്ക് വരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കടന്നു വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ലാലു എന്നാ ഇന്നലെ ഒന്നും പറയാതിരുന്നെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ദൈവവചനം പറയാനോ അങ്ങനെ സാക്ഷി പറയാനുള്ള കഴിവൊന്നുമില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, കർത്താവിന്റെ പൂണിയിൽ ഒത്തിരി അമ്പുകളുണ്ട്. ഒരു പക്ഷെ എന്തെങ്കിലും ഒരാൾക്ക് മാസമായിട്ട് എല്ലാവർക്കും പ്രയോജനപ്പെട്ടില്ലെങ്കിലും നമ്മുടെ ഒരു പാട്ടോ നമ്മുടെ ഒരു വാക്യമോ അല്ല നമ്മുടെ ഒരു വാചകമോ നമ്മുടെ ഒരു സാക്ഷ്യമോ ഒരാൾക്കെങ്കിലും അത് തറച്ചാൽ അതാണ് ദൈവപ്രവൃത്തി. അതുകൊണ്ട് ഇങ്ങനെ കിട്ടുന്ന സാഹചര്യങ്ങളിലൊന്നും നിങ്ങൾ മിണ്ടാതിരിക്കരുത്. എവിടെ അവസരം കിട്ടിയാലും അല്ലെങ്കിൽ അത് പറയണം. അത് കർത്താവിന്റെ പൂണിയിൽ ഒത്തിരി അമ്പുകളുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം ആർക്കെങ്കിലും തറയ്ക്കുവാൻ ഇടയായി തീരും എന്ന് പറയുന്നത് കേൾപ്പാനില്ല. അതിനുശേഷം അനേക സ്റ്റേജുകളിൽ ദൈവവചനവുമായിട്ട് നിൽപ്പാൻ ദൈവം സഹായിച്ചു. ദോഹയിലെ ക്യാമ്പുകളിലും അങ്ങനെയൊക്കെ ദൈവം സഹായിച്ചു. അതിന്റെ എല്ലാ നടത്തിപ്പുകൾക്കായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ ഈ ദൈവവചനവുമായി നിൽക്കുമ്പോൾ സ്തോത്രം എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ മാതാവിന്റെ പ്രാർത്ഥനയാണ് സ്തോത്രം എനിക്ക് ഒരു സുവിശേഷകനായി തന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സ്തോത്രം ഈ ലോകത്തിൽ ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും കർത്താവിന്റെ സാക്ഷിയായി നിൽക്കണം എന്നുള്ളതായിരുന്നു. തന്റെ മരണക്കടക്കയിൽ പോലും എൻ്റെ മാതാവ് ഒരു റിട്ടയർഡ് ഹെഡ് മിസ്സസ് ആയിരുന്നു. സ്തോത്രം. എന്നോട് പറയും, നീ ലോകത്തിൽ ഞാൻ SB കോളേജിലാണ് പഠിച്ചത്. അന്ന് യൂണിയൻ ഇതൊക്കെ നിൽക്കുമ്പോൾ ഞാൻ നോട്ടീസൊക്കെ കാണിക്കും. എന്നോട് പറയും, നീ ലോകത്തിൽ പ്രശസ്തനാകുന്നതല്ല എനിക്കിഷ്ടം. സ്തോത്രം. നീ ക്രിസ്തുവിൽ പ്രശസ്തനാകണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ ഒന്നുമല്ല നമുക്ക് ആവശ്യം, ക്രിസ്തുവിൽ പ്രശസ്തരാകണം എന്ന് പറയുമായിരുന്നു എപ്പോഴും. സ്തോത്രം. തന്റെ പ്രാർത്ഥനയും തന്റെ ഡെഡിക്കേഷനും നമുക്ക് വേണ്ടി പ്രാർത്ഥനയുമാണ് ഇന്ന് ഈ ദൈവവചനവുമായിട്ട് നിൽപ്പാൻ ദൈവം എന്നെ പ്രാപ്തരാക്കി. എനിക്ക് യാതൊരു യോഗ്യതയുമില്ല ഇന്നൊരു കൂട്ടത്തെ ശുശ്രൂഷിപ്പാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഒക്കെ ദൈവം എന്നെ സഹായിക്കുന്നത് ഹല്ലേലൂയ ഇതിന്റെ കൃപയാണ്. എനിക്കറിയാം, ഞാനിവിടെ പാസ്റ്ററായിട്ട് അവരോധിക്കപ്പെട്ടപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു, ലാലിച്ചാനെ പാസ്റ്ററായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും നല്ല മനുഷ്യനും ഒക്കെയാണ്, പക്ഷെ ഒരു പാസ്റ്ററായിട്ട് അങ്ങനെ ഉൾക്കൊള്ളുമെന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ ഇന്ന് എല്ലാ സർവീസുകളും ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നിനക്ക് കഴിവില്ല എന്ന് കരുതിയാലും നിന്നെ മാനിക്കുന്ന, നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതിന് ആധാരമായിട്ട് ഇപ്പോൾ എന്നെ ദൈവാത്മാവിൽ ഇതും ഇന്നലെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ പ്രൈസ് ദി ലോർഡ് എനിക്ക് ഒരു രാവിലെ ഞാൻ സത്യം പറഞ്ഞ 2 ഗസ്റ്റ് പാസ്റ്റേഴ്സ് ഞങ്ങളുടെ അവിടെ ഉണ്ട്. ഒരു പാസ്റ്റർ അവിടെ താമസിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന് സമയം കൊടുത്തില്ല. ഞാൻ ഓർത്ത് ഇന്ന് അദ്ദേഹത്തിന് സമയം കൊടുക്കണം എന്ന് ഇന്നലെ സ്തോത്രം ഒക്കെ ആഗ്രഹിച്ച് രാവിലെ ഇരിക്കുമ്പോഴാണ് ഒരാൾ എനിക്ക് ഒരു വാട്സപ്പിൽ ഒരു ചെറിയ മെസ്സേജ് അയച്ചു. ഈ പ്രഭാത സന്ദേശം പോലൊക്കെ ഒരു തോട്ട്സ്. എനിക്കത് വളരെ എൻ്റെ ടച്ച്, ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് എനിക്കത് ടച്ച് ചെയ്തു മാത്രമല്ല അതിനോടനുബന്ധിച്ച് ചില തോട്ട്സ് എനിക്ക് ലഭിച്ചു. അപ്പോൾ ഞാൻ അത് തീരുമാനിച്ചു, ഇന്ന് പാസ്റ്റർമാർക്കൊന്നും കൊടുക്കുന്നില്ല, ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചതാ, അതുകൊണ്ട് ഞാൻ തന്നെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ ആ തോട്ട്സ് എടുത്ത് സ്തോത്ര ദൈവസഭയിൽ ചെന്ന് അത് പ്രസംഗിപ്പാനിട ഈ പാട്ടും പാടി ആ പ്രസംഗിപ്പാനിടയായത് വളരെ അനുഗ്രഹിക്കുന്നു. ആ തോട്ട്സ് തന്നെ ഇന്ന് ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവ് നിങ്ങളോട് സംസാരിക്കും എന്ന് സ്തോത്രം വളരെ ആത്മാർത്ഥത്തോടെ ഇരുന്നാൽ ഹല്ലേലൂയ ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, കർത്താവിന് ഒരു ചെറിയ കുട്ടിയിൽ കൂടെ പോലും പ്രവർത്തിപ്പാനിടയായിരിക്കും. സ്തോത്രം. ആര് കൂടെ ഒരു കൊച്ചു കുട്ടി പറഞ്ഞാൽ പോലും നമ്മൾ ഏറ്റെടുക്കണം. ആര് ദൈവവചനം ഏറ്റെടുക്കുന്നുവോ അവരിൽ നിന്നാണ് സ്തോത്രം പ്രൈസ് ദി ലോർഡ് ദൈവം പ്രവർത്തിക്കുന്നത്. സ്തോത്രം. ഇന്നലത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു സഹോദരി എനിക്കൊരു മെസ്സേജ് വിട്ടു, പാസ്റ്റർ
അവര് ഈ പാട്ടിനെ സംബന്ധിച്ച്, ഈ പാട്ടിന്റെ ലിറിക്സ് സംബന്ധിച്ച് ഒരു വലിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്നിട്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റും എനിക്കിട്ടിട്ട് എനിക്കോട് പറഞ്ഞു, എന്നോട് ദൈവാത്മാവ് ഇന്നലെ ആ പാട്ടിൽ കൂടെ എന്നോട് സംസാരിച്ചു. എല്ലാവരും കൈവിട്ടാലും അത് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നോക്കി അറിയാം. വലിയൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. സ്തോത്രം. താൻ എന്നിട്ട് അതിനകത്ത് എനിക്ക് എഴുതിയിട്ട് എന്നോട് സംസാരിപ്പാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, നിങ്ങളുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ദൈവവചനം ആര് സംസാരിച്ചാൽ ഏറ്റെടുക്കും. അതൊരു അനുഗ്രഹമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് എന്നോട് സംസാരിച്ചു എന്നുള്ള രീതിയിൽ ഏറ്റെടുക്കുന്നത് ദൈവസന്നിധിയിൽ വിടുതല. ഞാൻ ഒരു അനുഭവം കൂടെ പറയാം. ഞാൻ ഈ ദോഹയിൽ വന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇവിടെ ഞാൻ ഗവൺമെന്റ് സർവീസിൽ നിന്ന് ലീവ് എടുത്താ ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരു ഇന്ത്യൻസിന് വിസ കിട്ടുന്നില്ല, ഇന്ത്യൻസിന് യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇന്റർവ്യൂവിനെങ്കിലും പോയിരുന്നേ നല്ലതായിരുന്നു എന്ന് ചിന്തിച്ചു. കാരണം ഞാൻ അവിടെ ഗവൺമെന്റ്, എനിക്ക് തിരിച്ചു എത്താൻ ജോലിയുണ്ട്, ഞാൻ ലീവിന് വന്നതാണ്. അപ്പോൾ എന്നാൽ യാതൊരു സാഹചര്യവും ഇല്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം വൈകിട്ട് ഞാൻ ഓർക്കുന്നു, ആരും വലിയ ഗൗനിക്കാത്തൊരു സഹോദരൻ എന്ന് വൈകിട്ട് ഇടയോഗത്തിന് ഒരു മീറ്റിംഗ് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, യാതൊരു സാധ്യതയും ഇല്ലാത്തപ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി അറിയേണ്ടത്. സ്തോത്രം. ഒരു സാധ്യതയെങ്കിലും ഉണ്ടായാൽ നമ്മൾ വിചാരിക്കും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത് അല്ലെ സഹായിച്ചത് ഇന്ന ഘടകങ്ങളാണെന്ന് വിചാരിക്കാം. എന്നാൽ യാതൊരു സാധ്യതയും ഇല്ലെങ്കിൽ ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ അതങ്ങ് ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അടുത്ത ദിവസം തന്നെ എനിക്ക് പെട്ടെന്ന് ഇവിടെ ഗവൺമെന്റിൽ നിന്ന് കോള് വരികയും ഞാൻ ജോയിൻ ചെയ്യുവാൻ ഇടയായി തീർന്നു. നമ്മൾ ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതാ, ഏതെങ്കിലും സാഹചര്യം ഉള്ളപ്പോഴല്ല ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത്. യാതൊരു സാഹചര്യവും ഇല്ലാത്തടത്താണ് സ്തോത്ര ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ആദിയിൽ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയപ്പോൾ സകലതും പാഴും ശൂന്യവുമായി കടന്നു. ഹല്ലേലൂയ. അവിടെ പരിശുദ്ധാത്മാവ് തന്നപ്പോൾ ചില പ്രവൃത്തികൾ ഉണ്ടാകുവാനിടയായി. നമ്മുടെ ജീവിതത്തിലും യാതൊരു സാധ്യതകളും ഇല്ലാത്ത സ്ഥാനത്ത് ദൈവം അത്ഭുതം ചെയ്യുവാനിടയായിത്തീരും. ഇന്ന് രാത്രിയിലത്തെ നമ്മുടെ അല്പസമയ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ മൊത്തം വായിപ്പിക്കും, 1 തൊട്ട് 5 വരെയാണെങ്കിലും അത് വായിപ്പിക്കുന്നില്ല. 2-ാമത്തെ വാക്യം. നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യ ശകലമാണ്. സ്തോത്രം. കർത്താവ് ചോദിക്കുകയാണ് മോശയോട്, സ്തോത്രം, നിന്റെ കയ്യില് എന്തുണ്ട്? പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്താണ് പറയുന്നത്? ഒരു വടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം ആദാമിനോട് ചോദിച്ചു, നീ എവിടെ? കായിനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ? പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് അറിയുന്നു? നിങ്ങൾ ആരെന്ന് അറിയുന്നു? അങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ കർത്താവ് മോശയോട് ചോദിക്കുകയാണ്, നിന്റെ കയ്യിൽ എന്തുണ്ട്? പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട്? അതിന് ഉത്തരം എന്നാ പറഞ്ഞത്? എന്റെ കയ്യിലൊരു വടിയുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെറും ഒരു വടി. അതൊരു അസാധാരണ വടിയല്ല, അത്ഭുത വടിയല്ല, ഒരു സാധാരണ വടിയാണ്. സ്തോത്രം. ഒരു ഇടയന്റെ കയ്യിലുള്ള ഒരു സാധാരണ വടിയാണ് മോശയുടെ കയ്യിലുള്ളത്. എന്നാൽ താൻ പറഞ്ഞു, എനിക്ക് വലിയ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിൽ ആകെയുള്ളത് ഒരു വടിയാണ്, ഒരു കോലാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഈ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ദൈവമക്കളോട് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, നിനക്കൊരു പക്ഷേ വിദ്യാഭ്യാസം ഇല്ലായിരിക്കാം, നിനക്ക് വേണ്ടത്ര സൗന്ദര്യം ഇല്ലായിരിക്കാം, നിനക്കൊരു പക്ഷേ സാമ്പത്തികമായ പിൻബലം ഇല്ലായിരിക്കാം. നിന്നോട് ദൈവം ചോദിക്കുന്ന ഇന്ത്യയിൽ ഉള്ളത് എന്നതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവിടെ വടിയുടെ മാഹാത്മ്യമല്ല, അവിടെ ഒരു സമർപ്പണമാണ് നാം ഗൗനിക്കേണ്ടത്. മോശയുടെ സമർപ്പണം. പ്രൈസ് ദി ലോർഡ്. താൻ വടി ഉണ്ടെന്ന് പറയുമ്പോൾ തന്റെ സമർപ്പണം. ഇന്ന് രാത്രി നമ്മുടെ സമർപ്പണത്തെയാണ് ദൈവം മാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. മോശയോട് ഈജിപ്തിലേക്ക് പോകുവാൻ പറഞ്ഞപ്പോൾ താൻ പറഞ്ഞു, സ്തോത്രം, ആ ജനങ്ങളൊന്നും ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, എനിക്ക് കഴിവില്ല, ഞാൻ ധടിച്ച നാവുള്ളവനാണ് എന്നൊക്കെ പറയുമ്പോൾ, സ്തോത്രം, എനിക്ക് അതിനെ കൊണ്ട് കഴിയില്ല, എനിക്ക് അതിനുള്ള കഴിവുകളുള്ളവനല്ല, എനിക്കതിനുള്ള പ്രാപ്തിയില്ല, ഞാൻ പറഞ്ഞാൽ ആ ജനങ്ങൾ കേൾക്കില്ല, സ്തോത്രം, ഞാൻ തടിച്ച നാവുള്ള വിക്കുള്ളവനാണ്, എനിക്ക് ഇങ്ങനെയുള്ള പോരായ്മകളൊക്കെ ഉണ്ടെന്ന് മോശ പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട്? അപ്പോൾ താൻ പറയുകയാണ്, ഒരു വടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കുറവുകളെക്കാൾ നമ്മുടെ ലഭ്യതയാണ് നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ കുറവുകളെക്കാൾ നമ്മുടെ ലഭ്യതയാണ്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സംസാരിപ്പാൻ പ്രാപ്തനല്ല, ജനങ്ങൾ എന്നെ വിശ്വസിക്കത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ പറയുകയാണ്, നിന്റെ കയ്യിൽ എന്തുണ്ട്? പ്രൈസ് ദി ലോർഡ്. നീ അത് എനിക്ക് വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താൻ ചോദിക്കുകയാണ്, വടി ഏൽപ്പിക്കുവാൻ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ കയ്യിൽ എന്ത് ഉണ്ട് അല്ലെ എന്നുള്ളതല്ല ദൈവത്തിന്റെ പ്രശ്നം. നീ ദൈവത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ ഹല്ലേലൂയ ഇടയായി തീരുന്നുവെങ്കിൽ
ഹല്ലേലൂയ, ദൈവം വലിയവ ചെയ്യുവാൻ ഇടയായി തീരും. ഈ സാധാരണ വടിയാണ് പാമ്പായി മാറിയത്. പ്രൈസ് ദി ലോർഡ്. ഈ സാധാരണ വടിയാണ് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഈ സാധാരണ വടിയാണ് കാണിച്ചപ്പോൾ പാറയിൽ നിന്ന് വെള്ളം ഒഴുകുവാനിടയായി തീർന്നത്. ഈ സാധാരണ വഴിയെ ഒരു അസാധാരണ വടിയാക്കി മാറ്റുവാൻ അത് ദൈവത്തിന് പദ്ധതി ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ആദ്യം ചോദിക്കുന്നത് നിന്റെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. വിധവയോട് എലീശ ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ബാലകനോട് ചോദിച്ചു, ഹല്ലേലൂയ, നിന്റെ കയ്യിൽ. ബാലൻ അപ്പവും സ്തോത്രം മീനും ഏൽപ്പിച്ചപ്പോൾ വലിയ പ്രവൃത്തി ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഹല്ലേലൂയ വലിയ ഹല്ലേലൂയ പാരമ്പര്യമൊന്നും ഇല്ലെങ്കിലും ഒരുപക്ഷെ വലിയൊരു സഭയുടെ ഭാഗമല്ലായിരിക്കാം, ഒരു വലിയ പേരില്ലായിരിക്കാം, വലിയ ശുശ്രൂഷകളില്ലായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ നിന്റെ കയ്യിലുള്ളത് ഏൽപ്പിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മോശയുടെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഹല്ലേലൂയ ഒരു അത്ഭുത വടിയല്ലെങ്കിലും ഹല്ലേലൂയ അത് ദൈവത്തിന് ഹല്ലേലൂയ അത് മാറ്റിയെടുപ്പാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് എൻ്റെ പ്രിയ ജനങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്, സ്തോത്രം, നീ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താലുണ്ടല്ലോ, ദൈവം നിന്നെ വലിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ, ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവം നിന്നെ പ്രാപ്തനാക്കി തീർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവം വിശ്വസ്തനാ. ആരെല്ലാം തള്ളിക്കറഞ്ഞാലും ഹല്ലേലൂയ, ആരെല്ലാം നിന്നെ ഹല്ലേലൂയ മാറ്റി നിർത്തിയാലും ദൈവം നിന്നെ മാനിക്കുകയും സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല, ഞാൻ സംസാരിപ്പാൻ കഴിവില്ല എന്ന് നീ പറഞ്ഞ് നീ പുറകോട്ട് പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ സമർപ്പണത്തെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ എന്തുണ്ട് കർത്താവേ, ഞാനത് നിനക്കായി ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നുവെങ്കിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തരും. മോശയുടെ ആദ്യത്തെ 40 വർഷം രാജകൊട്ടാരത്തിൽ വളരെ രാജകീയമായി ജീവിച്ചു. അടുത്ത 40 വർഷം തന്നെ മരുഭൂമിയിലൂടെ ഓടിച്ചു. താൻ വിനയമുള്ളവനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനുശേഷം 40 വർഷം നാം വായിക്കുന്നത് അവനെ ഒരു ചരിത്ര പുരുഷനാക്കി മാറ്റുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഹല്ലേലൂയ. മോശയുടെ ആരംഭം രാജകൊട്ടാരത്തിലായിരുന്നു. ആ ഇടയ്ക്കത്തെ 40 വർഷം താൻ മരുഭൂമിയിലൂടെ ഹല്ലേലൂയ തന്നെ വിനയം പഠിപ്പിച്ചു. അതിന്റെ അടുത്ത 40 വർഷം തന്നെ ചരിത്ര മനുഷ്യനാക്കി മാറ്റുവാനിടയായി തീർന്നു. തന്റെ സമർപ്പണത്തെ തന്റെ വിനയത്തെ ദൈവം മാനിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് രാത്രി എനിക്ക് കഴിവില്ല, എനിക്ക് പോരാ എന്ന് പറഞ്ഞ് നീ മാറി നിൽപ്പാനല്ല ആഗ്രഹിക്കുന്നത്. നീ കർത്താവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താലുണ്ടല്ലോ, സ്തോത്രം, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. 1 ശമൂവേൽ 16:7 എന്താ പറയുന്നത്? സ്തോത്രം, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, എങ്കിലോ ദൈവം അകമേ ഉള്ളത് നോക്കുന്നു. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 4:7 പറയുന്നുണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങളുടെ നിക്ഷേപങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മെ അറിയുന്ന ദൈവം, ഹല്ലേലൂയ, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോൾ നിന്റെ അന്തരേന്ദ്രിയങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവങ്കിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്നെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യിപ്പാൻ ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ സഭ തുടങ്ങിയപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് ഇത്ര പേര് വരണം, അല്ലെ ഒരു 60 പേര് വരണം, ഏറ്റവും കുറഞ്ഞത്. ഹല്ലേലൂയ. പലരും ഈ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ, ചിലപ്പം വരത്തില്ല, ചിലപ്പം വരും. ഞാൻ വിചാരിച്ചു കോറം തികഞ്ഞ എല്ലാ ആഴ്ചയിലും സ്തോത്രം ഒരു 60 പേരെങ്കിലും കസേര നിറയണമെന്ന് ആഗ്രഹിച്ച് അതിനേക്കാൾ അധികം ആൾക്കാരെ നമ്മൾ ആഗ്രഹിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായി നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ദൈവത്തോട് പറയാ, നിനക്ക് കഴിവില്ല, നിനക്ക് പോരായ്മകൾ ഉള്ളവനാണ് എന്ന് നീ നിന്നെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം ചോദിക്കുന്നു, നിന്റെ കയ്യിൽ എന്തുണ്ട്? പ്രൈസ് ദി ലോർഡ്. നിനക്ക് ഒരുപക്ഷെ പ്രാർത്ഥിപ്പാനുള്ള കഴിവായിരിക്കാം, ഒരുപക്ഷെ ചിരിച്ചു മറ്റുള്ളവരെ സ്വീകരിപ്പാനുള്ളവരായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവം നിന്റെ കയ്യിലുള്ളത് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദൈവം നിന്നെ കൊണ്ട് വലിയവ ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിന്നെ ആരൊക്കെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ സഹായിച്ചില്ലെന്ന് തോന്നിയാലും നിന്നെ സഹായിപ്പാൻ ഒരു ശക്തനായ ദൈവമുണ്ട്. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah. സ്തോത്രം, സ്തോത്രം. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ, നിന്നെ നന്നായി നടത്തുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. Praise the Lord. Hallelujah. മോശ, എന്നെ കൊണ്ട് കഴിവില്ല, എന്നെ കൊണ്ട് ഇവരെ നയിപ്പാൻ ഹല്ലേലൂയ സാധ്യതയില്ല, എനിക്ക് അതിനുള്ള ഹല്ലേലൂയ യോഗ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവൻ ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട്? അവന്റെ ആ സമർപ്പണത്തെ ദൈവം മാനിപ്പാനിടയായി തീർന്നു. Praise the Lord, praise the Lord.
എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിന്നെ ആരൊക്കെ മാറ്റി നിർത്തിയാലും, ഹല്ലേലൂയ, ആരൊക്കെ നിന്നെ തകർത്ത് കളയുവാൻ ശ്രമിച്ചാലും, ആരൊക്കെ നിന്നെ ഹല്ലേലൂയ നുണപ്രവചനങ്ങൾ ഏൽപ്പിച്ചാലും, നിനക്കെതിരെ ആരൊക്കെ പാര പണിതാലും, ഹല്ലേലൂയ, ആരൊക്കെ മാറ്റി നിർത്താൻ ശ്രമിച്ചാലും, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലോകത്തിൻ സ്നേഹം മാറും. ഹല്ലേലൂയ, സ്തോത്രം. ലോകത്തിന്റെ സ്നേഹമൊക്കെ മാറും എങ്കിലും ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ആരൊക്കെ മാറിയാലും അവന്റെ ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആരൊക്കെ നിന്നെ കൈവിട്ടാലും പ്രൈസ് ദി ലോർഡ്, നിന്നെ മാറാത്ത ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ, നീ അവിചാരിതമായിട്ട് ഈ ബൈബിൾ കോളേജിൽ ചേർന്നതല്ല. ഇത് ദൈവത്തിന്റെ പദ്ധതിയാ, ഇത് ദൈവത്തിന്റെ പദ്ധതിയാ. സ്തോത്രം. ദൈവവചനം പഠിക്കുന്നവർക്ക് സ്തോത്രം, നമ്മൾ വളരെ ഹല്ലേലൂയ, ദൈവസേനയിൽ സ്തോത്രം ഏറ്റവും അനുഗ്രഹമാണ്. എനിക്ക് ഈ ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്നത് പലപ്പോഴും PG മാത്യു സാറിന്റെ ക്ലാസ്സുകളൊക്കെ ഹല്ലേലൂയ ഇരിക്കുമ്പോൾ അടുത്ത ദിവസത്തെ പ്രസംഗത്തിന് ഇതിനകത്തെ പല ചിന്തകളും നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ക്ലാസ് പഠിക്കുന്നതുണ്ടല്ലോ, നിങ്ങൾ ദൈവവചനം പഠിക്കുന്നത്, അത് ജീവിതത്തിന് ഒരു അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവവചനം അത് വളരെ 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 ക്രിയ ചെയ്യുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ, നമ്മുടെ ഹല്ലേലൂയ സാജൻ അയ്യ എഴുതിയൊരു പാട്ടുണ്ട്. തന്റെ ജീവിതത്തിൽ ആ പാട്ട് എഴുതിയെങ്കിലും തന്റെ മാതാപിതാക്കളുടെ മരണത്തിന് ശേഷമാണ് ഹല്ലേലൂയ പാട്ട് ഒത്തിരി പേര് കേട്ടത്. താൻ ഇപ്രകാരമാണ് അതിനകത്ത് എഴുതുന്നത്: ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, നെഞ്ചോടു ചേർക്കുന്നൊരേശുണ്ട്. ഓ, നെഞ്ചോടു ചേർക്കുന്നൊരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് നടക്കുന്ന യേശുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരെല്ലാം നിങ്ങളെ മാറ്റി നിർത്തിയാലും, ആരെല്ലാം നിങ്ങളെ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, അകറ്റി നിർത്തിയാലും, നിന്നെ മാറോട് ചേർക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ദൈവവചന പഠനത്തിൽ ഹല്ലേലൂയ, ദൈവവചനം പഠിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്താട്ട്. ഇനിയും ഇതിന്റെ വടിയുടെ പ്രത്യേകത എന്താണ്? അതിന്റെ 4-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. മോശെ തന്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്രയീം ദേശത്തേക്ക് മടങ്ങി. ദൈവത്തിന്റെ വടിയും മോശ കയ്യിൽ എടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കാണുന്നു, നേരത്തെ അത് മോശയുടെ വടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്തായി തീർന്നു? അത് ദൈവത്തിന്റെ വടിയായി മാറി. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഇതിന്റെ വടി മാറിയില്ല, എന്നാൽ ഉടമ മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശ തന്നെ സമർപ്പിച്ചപ്പോൾ ഇവിടെ ഇതാ സ്തോത്രം പറയുകയാണ്, ദൈവത്തിന്റെ വടിയായി മാറ്റപ്പെടുവാനിടയായി തീർന്നു. അത് തുടക്കത്തിൽ അത് മോശയുടെ വടിയാണെങ്കിൽ ഉടമ മാറിയില്ല, എന്നാൽ വടി മാറിയില്ല, അതിന്റെ ഉടമ മാറ്റപ്പെടുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന്റെ വടിയായി തീർന്നു. നിന്നെ ഇന്ന് രാത്രി ദൈവസേനയിൽ ഏൽപ്പിച്ചു കൊടുത്താലുണ്ടല്ലോ, ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ അവസ്ഥകൾ മാറ്റി നിന്നെ ദൈവത്തിന്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു പാനപാത്രമാക്കി മാറ്റുവാൻ ദൈവത്തിന് പ്രത്യാശയുണ്ട്. ഇവിടെ മോശ പറയുന്നു, മോശ തന്റെ വടി കൊടുത്തപ്പോൾ ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ വടിയായി മാറ്റപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ ഹല്ലേലൂയ, നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ, അസാധാരണമായ ചിലത് ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സമർപ്പണത്തിന്റെ മേലാണ് ദൈവത്തിന്റെ പ്രവൃത്തി അയക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രവൃത്തി അയക്കുന്നത് നിങ്ങൾ യഥാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, പ്രവർത്തിക്കുന്നുവെങ്കിൽ, യാതൊരു സാധ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ ചെയ്യുവാനിടയായി തീരും. ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയുവാനുണ്ട്, എങ്കിലും ഞാൻ പറയട്ടെ. ഞാൻ ഒന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഞാനിവിടെ നിർത്തുവാൻ പോകുക. ദൈവാത്മാവ് ഇന്ന് രാത്രി എന്നോട് സംസാരിച്ചു എന്ന്. ഹല്ലേലൂയ. നിന്നെ ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ നീ ഒരുപക്ഷെ എനിക്ക് കഴിവില്ല, അല്ലെ എനിക്ക് വാക്ചാതുര്യമില്ല, എനിക്ക് കൃപാവരങ്ങളില്ല, ഹല്ലേലൂയ, എന്നെ ദൈവം ഒന്നും ഏൽപ്പിച്ചിട്ടില്ലല്ലോ, പാടാൻ എനിക്ക് കഴിവില്ല, എനിക്ക് പ്രസംഗിക്കാൻ കഴിവില്ല, എനിക്ക് ഭാഷ അറിയത്തില്ല എന്ന് വിചാരിച്ച് നീ ഭാരപ്പെടുന്നുവെങ്കിൽ നിന്റെ സമർപ്പണത്തിന്റെ മേലാ ദൈവത്തിന്റെ പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. 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 ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ കാല ദൈവദാസന്മാരെയൊക്കെ ദൈവം ശക്തമായി ഉപയോഗിച്ച ചരിത്രങ്ങൾ ഹല്ലേലൂയ ഞാൻ കേട്ടിട്ടുണ്ട്. അനേക ദൈവദാസന്മാർ പഠിപ്പില്ലാത്തവര് ഹല്ലേലൂയ അമേരിക്കയിൽ നിന്നൊക്കെയുള്ളവർ ദൈവദാസന്മാർക്ക് തർജ്ജിമ ചെയ്യുന്നവരായി മാറ്റുവാൻ സ്വർഗത്തിന് പ്രസാദം തോന്നിയിട്ടുണ്ട്. ഇന്ന് രാത്രി നിന്റെ വിഷയമല്ല പ്രശ്നം, ദൈവത്തിന് നിന്റെ സമർപ്പണത്തിന്റെ മേല പ്രശ്നം.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയെ തന്റെ സമർപ്പണത്തിന്റെ ശേഷം ഒരു ചരിത്ര പുരുഷനാക്കി മാറ്റുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ആ വടി ദൈവകരസനയിലേക്ക് സമർപ്പിച്ചപ്പോൾ, അവൻ തന്നെ സമർപ്പിച്ചപ്പോൾ, തന്റെ സമർപ്പണത്തിന്റെ മുമ്പിൽ ദൈവം പ്രസാദിച്ച് അവന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ, അത് ദൈവത്തിന്റെ വടിയാക്കി മാറ്റുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ രാത്രി ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സ്തോത്രം. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ ദൈവം വിശ്വസ്തരാകട്ടോ. നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് യാതൊരു കഴിവുമില്ലാത്ത മനുഷ്യനാ, എന്നാൽ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെയും ചർച്ചിൽ പറഞ്ഞു, സ്തോത്രം. ഞങ്ങൾ 4 പേരാ, സ്തോത്രം. ഞങ്ങൾ മർത്തോമയിലായിരിക്കുമ്പോൾ ഗ്രൂപ്പ് സോങ്ങിനൊക്കെ പാടുമ്പോൾ എന്നെ മാറ്റി നിർത്തുമായിരുന്നു. സ്തോത്രം. പാടാൻ ഞാനാ വീട്ടിലെ ഏറ്റവും മോശം, എന്നെ മാറ്റി നിർത്തുമായിരുന്നു. ഞാൻ ഈ ദോഹയിലെ ഇവിടുത്തെ ഖത്തർ മലയാളി പെന്റക്കോസ്റ്റൽ ചർച്ചസിന്റെ കൊയർ ലീഡ് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞത്, നീ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, നിനക്ക് കഴിവില്ല എന്ന് ചിന്തിച്ച്, സ്തോത്രം, നീ നിന്ന് കഴിഞ്ഞാൽ ദൈവം നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ, നിന്നെ ഹല്ലേലൂയ ഒരു പൂർണ്ണവാനാക്കി തീർക്കുവാൻ ദൈവത്തിന് പ്രസാദമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. എഫേസ്യ ലേഖനം 1:18 പറയുന്നത് എന്താണ്? നിന്റെ വിളിയാലുള്ള ആശ, പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാ. തിമോത്തിയോസ് ലേഖനം എഴുതുമ്പോൾ, നിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും അറിയിക്കണമേ. സ്തോത്രം. ഇന്ന് പലർക്കും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കൃപാവരം എന്തെന്നറിയില്ല. നിന്നെയൊക്കെ വിളിച്ചതിന്, നിന്നെയും വിളിച്ചതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നറിയണം. ഇന്ന് വളരെ പരിതാപകം എന്ന് പറയട്ടെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കൃപാവരം എന്തെന്ന് പലർക്കും അറിയത്തില്ല. അത് ദൈവസഭയ്ക്ക്, സ്ഥലം സഭയ്ക്ക്, ദൈവസഭയ്ക്ക് അനുഗ്രഹമായി തീരണം. എല്ലാവരെയും ദൈവം വിളിച്ചിരിക്കുന്നത് ചില കൃപാവരങ്ങളോടെയാണ്. നിങ്ങളെ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ഒരു പക്ഷേ പാവിരിക്കാനായിരിക്കാം, മറ്റുള്ളവരോട് സംസാരിപ്പാനായിരിക്കാം, മറ്റുള്ളവരെ ക്ഷണിപ്പാനായിരിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിരിക്കാം, ഒരു പക്ഷേ സഹായിപ്പാനായിരിക്കാം. ദൈവം ഓരോരുത്തർക്ക് പലവിധമായ കൃപാവരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്നറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനാ ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി നീണ്ടുപോയത് കൊണ്ട് എനിക്കറിയാം നാളെ ഹല്ലേലൂയ രാവിലെ ആരാധനയൊക്കെ ഉണ്ട്. എങ്കിലും ഇത്രയും പേർക്ക് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാനിടയായി തീർന്നല്ലോ. ഞാനൊരു പെട്ടെന്നെടുത്ത ഒരു ആലോചനയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കർത്താവ് ചോദിക്കുന്നു, നിന്റെ കയ്യിൽ എന്തുണ്ട്? ഇന്ന് രാത്രിയിൽ ഈ ബൈബിൾ കോളേജിൽ ജോയിൻ ചെയ്തിരിക്കുന്ന, ഒരുപക്ഷെ ഇന്ന് ജോയിൻ ചെയ്യുവാൻ കരുതിയല്ലായിരിക്കാം, എന്നാൽ ഈ ഡിവൈസിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, പ്രിയ ആന്റി, പ്രിയ അമ്മച്ചി, ദൈവാത്മാവ് ചോദിക്കുന്നു, നിന്റെ കയ്യിൽ എന്തുണ്ട്? സ്തോത്രം. ഒരുപക്ഷെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എനിക്കുണ്ടല്ലോ, അല്ലെ എന്നെ ആര് ഗൗനിക്കും എന്നോർത്ത് നീ ഭാരപ്പെടുന്നുവെങ്കിൽ, നിന്റെ സമർപ്പണത്തിന്റെ മേൽ പ്രസാദിക്കുന്ന ഒരു ദൈവമായ എന്റെ ദൈവം. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വടിയാക്കി മാറ്റുവാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്, ദൈവകരങ്ങളിലേക്ക് എല്ലാവരും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഒരു ചെറിയ സന്ദേശം ഇന്ന് രാത്രി ഞാൻ പങ്കുവയ്ക്കുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ടോമി പാസ്റ്റർ ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്യാതാ, എങ്കിലും ദൈവസന്നിധിയിലേക്ക് ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേഴ്സ് വ്യൂ ഉള്ളവരെടുത്താട്ട് 1670 ആ പാട്ട്. പലരും എന്നോട് ചോദിച്ചായിരുന്നു. 1670 വേഴ്സ് വ്യൂവിനകത്ത്. അതിന്റെ ചെറിയ ലൈനുകൾ മാത്രം. ആരും അൺമ്യൂട്ട് ചെയ്ത് പാടരുത്. നിങ്ങൾ മ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ പാടുക. സ്തോത്രം. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധൗ, എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരു, ഉയരത്തിൽ നാഥൻ സന്നിധൗ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എനിക്ക് കഴിവില്ല, അല്ല എന്നെ ഒരു മാറ്റി നിർത്തിയിരിക്കുക, എന്നാൽ നിന്നെ കാണുന്ന, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ നിന്റെ, ഹല്ലേലൂയ, സ്തോത്രം, മറ്റ് യോഗ്യതകളല്ല നോക്കുന്നത്, നിന്റെ സമർപ്പണമാണ് നോക്കുന്നത്.
നിന്റെ യോഗ്യത നോക്കാതെ നിന്നെ സ്നേഹിക്കുന്ന ഒരേ ഒരു നാമമുണ്ടെങ്കിൽ അത് നാം സേവിക്കുന്ന ദൈവമാ, അത് നാം സേവിക്കുന്ന യേശുവാ. ഈ ലോകത്തിൽ ഏത് ഇന്റർവ്യൂ ചെയ്യുന്നാലും അവർ യോഗ്യതകൾ നോക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ദൈവം നോക്കുന്നത് നിന്റെ യോഗ്യതയല്ല, നിന്റെ സമർപ്പണമാണ്. ഓ ഹല്ലേലൂയ. ആരെല്ലാം നിന്നെ മാറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ കണ്ടില്ലെന്ന് നടിച്ചാലും, നിന്നെ സ്നേഹിക്കുന്ന ആ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ചാട്ട്, യേശുവിന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നീ വീഴുമ്പോൾ, ഒരുപക്ഷെ നിന്നെ മറ്റുള്ളവർ തള്ളിക്കഴിയുമ്പോൾ, നിന്നെ മാറോട് ചേർക്കുന്ന, നിന്നെ താങ്ങി നടത്തുന്ന ആ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാറിൽ ചേർക്കും താൻ, തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാർവിൽ ചേർക്കും ഞാൻ, തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധി. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധി. ഇന്ന് രാത്രി നമ്മളെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ എല്ലാ ഹൃദയങ്ങളും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താണ്. കർത്താവേ, എന്നെ ഇന്ന് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ സമർപ്പണത്തിന്റെ മേൽ ഒരു ദൈവശക്തി, ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകേണ്ടതിന് വളരെ വളരെ ഹല്ലേലൂയ വിനയത്തോടെ ദൈവകരങ്ങളിൽ ആര് പ്രസംഗിച്ചു എന്നുള്ളതല്ല, ഹല്ലേലൂയ നീ കേൾപ്പിച്ച ദൈവവചനത്തിന് മുമ്പിൽ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താണ്. ദൈവം നിന്നെ പണിയുവാൻ, നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ, ഹല്ലേലൂയ സ്തോത്രം, വടിമാറാതെ ഹല്ലേലൂയ ഉടമ മാറിയതുപോലെ ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവ വലിയവ ചെയ്യുക തന്നെ ചെയ്യും. നമുക്ക് പ്രാർത്ഥനയോടെ നിർത്താം. ഇന്ന് ദൈവവചനം കേട്ട എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. നിങ്ങളുടെ വിലയേറിയ സമയങ്ങൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കേൾപ്പാനിടയായി തീർന്നല്ലോ. പണ്ട് ഹല്ലേലൂയ മേരിഗോ താൻ എഴുതിയ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. താൻ പറഞ്ഞത് ഒരു പ്രസംഗകൻ എപ്പോഴും ഓർക്കേണ്ടത് മറ്റുള്ളവരുടെ ടൈമാണ്. അതായത് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ജനങ്ങൾ വളരെ സമയം ഉള്ളവരാണ്, വളരെ സമയം വേർതിരിച്ച് വരുന്നവരാണ്. അവരുടെ സമയത്തിന്റെ വലിയൊരു വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് വേണം ദൈവവചനം പ്രസംഗിക്കാൻ. എനിക്ക് നല്ല നിശ്ചയമുണ്ട്, നിങ്ങളുടെ തിരക്കേറിയ സമയത്തിനുള്ളിൽ ഇതിനകത്ത് ജോയിൻ ചെയ്തല്ലോ. ഇന്ന് രാത്രി എനിക്ക് നല്ല നിശ്ചയമുണ്ട്. സ്തോത്രം, ചില പാട്ടിന്റെ വരികളിലൂടെ ദൈവത്തിന്റെ വചനത്തിലൂടെ നിങ്ങളോട് ദൈവത്തിന്റെ പ്രസാദം തോന്നി. നമുക്ക് ഏൽപ്പിച്ച് ചെയ്യാം. പ്രത്യേക കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് സിജു ചിക്കാഗോയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. എക്സ് ദോഹയാണ്. താനിപ്പോൾ അവസാനമായി പ്രാർത്ഥിച്ചാട്ട് സിജു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിവിധ രാജ്യങ്ങളിൽ വിവിധ ടൈം സോണുകളിൽ ഇരുന്ന് കർത്താവെ ഈ അഗാപ്പെ ബൈബിൾ ക്ലാസ്സിനകത്തിരുന്ന് ഇന്ന് ചാപ്പൽ സർവീസായി കൂടുന്നു വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഇന്ന് ഇതിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കണം. വിശേഷാൽ സാക്ഷ്യൻ വചനങ്ങളിലൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവെ, പാസ്റ്റർ ഷൺമുഖത്തിനായി പ്രാർത്ഥിക്കുന്നു, തന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പൈതങ്ങളുടെ ഹൃദയത്തോട് ദൈവം ഇടപെടുന്ന കൃപയ്ക്കായി സ്തോത്രം. വരും ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം ഉയർത്തുന്നവരാക്കി ദൈവം അവരെ തീർക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവെ, ഒരു ദാസി സംസാരിച്ചതുപോലെ കർത്താവെ, തന്റെ മകൾക്ക് പൈതങ്ങളില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നല്ലോ. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ ഹോവ നൽകുന്ന അവകാശം ഉദരഫലം അവൻ തരുന്ന പ്രതിഫലമാകിയാൽ ഇന്ന് രാത്രി ഞങ്ങളുടെ ദാസിയുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവത്തിന്റെ മറുപടിയെ ദൈവം അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മറ്റ്
കർത്താവ് പറഞ്ഞ വിഷയങ്ങൾക്കെല്ലാമായി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന പ്രിയ കർത്തൃദാസയുടെ മകനായി പ്രാർത്ഥിക്കുന്നു. അതിന് വേണ്ടുന്ന സാമ്പത്തിക വഴികളെ ദൈവം തുറക്കുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രികാലം വചനം സംസാരിച്ച അങ്ങയുടെ വിലപ്പെട്ട ഭൃത്യനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താനായിരിക്കുന്ന ദേശത്തിൽ ദൈവത്തിനു വേണ്ടി വീണ്ടും അധികമായി ശോഭിപ്പാൻ, ദൈവ കൃപയുടെ മറവിൽ നിൽപ്പാൻ, അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ അങ്ങയുടെ ദാസനെ വീണ്ടും അഭിഷേകത്തോടെ കുടുംബമായി ഇവിടെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞങ്ങളെ സഹായിച്ചു വഴി നടത്തണം. ഞങ്ങളുടെ പ്രാർത്ഥന യാചന കേട്ടിരിക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, ദയവുണ്ടായി കേൾക്കുമാറാകണം ഞങ്ങളുടെ നല്ല പിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു ബ്രദർ സിജു. ദൈവം സഹായിക്കട്ടെ. തന്റെ ചർച്ചിലും പോയി ശുശ്രൂഷിപ്പാൻ തനിക്ക് അവസരമൊക്കെ തന്നിട്ടുണ്ട്. ചിക്കാഗോയിലുള്ള ദൈവസഭയിൽ തന്നൊരു അനുഗ്രഹിക്കപ്പെട്ട ദൈവപൈതലാണ്. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. ദൈവം സഹായിച്ചാൽ മൺഡേയിൽ സാറ് ക്ലാസ് എടുക്കുന്നതാണ്. നിങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുക. നിങ്ങളുടെ എല്ലാ സമർപ്പണത്തിനും നന്ദി പറയുന്നു, ഉത്സാഹത്തിനും നന്ദി. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും പ്രത്യേകാൽ ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഹല്ലേലൂയ സ്തോത്രം ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.